നമുക്കൊരു 5 minutes വെയിറ്റ് ചെയ്യാം കേട്ടാ. ആരെങ്കിലും കയറുമോ നോക്കാം കേട്ടോ. ഓക്കെ. Good afternoon, all. Good afternoon, ma'am. Good afternoon, Miss. Good afternoon, ma'am. Good afternoon, ma'am. സൗണ്ട് കുറവാണ് നിങ്ങളുടെ. ഇപ്പൊ കേക്കാവോ മാം? ഹലോ ഹലോ. ആ ഇപ്പൊ ഓക്കേടാ. ഓക്കെ. ഓക്കെ. അപ്പൊ നമ്മള് PG എങ്ങനെയുണ്ടായിരുന്നു എക്സാം ഒക്കെ? എല്ലാവർക്കും എങ്ങനെ ഉണ്ടായിരുന്നു? ഡിപ്ലോമയുടെ എക്സാം ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? എളുപ്പമായിരുന്നു? എളുപ്പമായിരുന്നു. എളുപ്പമായിരുന്നു. ഓക്കെ. ജോളി എക്സാം എഴുതിയോ? അടുത്ത ബാച്ചിന്റെ കൂടെ അതിന്റെ അടുത്ത ബാച്ചിന്റെ കൂടെ അങ്ങനെ എഴുതുന്നുള്ളൂ. MT9 ഒക്കെയാണ് എഴുതുന്നത്. ഒന്നും ക്ലിയർ ആയിട്ട് ഏത് ബാച്ചിന്റെ കൂടെ ഞാൻ പറഞ്ഞില്ല. അവിടെ പറഞ്ഞതനുസരിച്ച് ചെയ്യാന്ന് വിചാരിക്കുന്നു മാം. ഞാൻ വർക്കെല്ലാം കംപ്ലീറ്റ് ആക്കിയിട്ടേ എഴുതുന്നുള്ളൂ മാം. ഞാൻ വർക്ക് ഇങ്ങനെ ശാന്തമായിട്ട് ഓരോന്ന് ചെയ്തോണ്ടിരിക്കുക. എന്താ മാം? വൈവ അറ്റൻഡ് ചെയ്തില്ല. വൈവ അറ്റൻഡ് ചെയ്തില്ല. ഇത് ചെയ്യുമ്പോ പോരെ, എക്സാം അറ്റൻഡ് ചെയ്യുമ്പോ പോരെ വൈവ. അപ്പോ ഈ വരുന്ന 3rd MT9 ഇനി അടുത്ത ബാച്ച് നിങ്ങൾ കഴിഞ്ഞിട്ടുള്ള അടുത്ത ബാച്ചിന്റെ എക്സാം വരാൻ കേട്ടോ. ഞാൻ ജസ്റ്റ് നോട്ടിഫൈ ചെയ്തതാണ്. പിന്നെ 10ഉം 11ഉം ഡിസംബറിലാണ് എക്സാം വരുന്നത്. ഡിസംബറിൽ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇത് വരികയെ ക്രിസ്മസ് ഒക്കെ ആവില്ലേ, അപ്പോഴും അതൊരു ബുദ്ധിമുട്ടാവില്ലേ? പറ്റാണെങ്കിൽ നവംബറിൽ തന്നെ അറ്റൻഡ് ചെയ്യാം കേട്ടോ. ഇച്ചിരി എന്തായാലും ഇതിനു വേണ്ടി മെനക്കെട്ട് ഇറങ്ങിയില്ലേ മാ. ഇതൊന്ന് ക്ലിയർ ഐഡന്റിഫിക്കേഷൻ കിട്ടട്ടെന്നാ എന്റെ ആഗ്രഹം. വെപ്രാളം പിടിച്ച് ഓടിപ്പോയി അവിടെ എവിടെയും കുറച്ചിട്ട് അങ്ങനെ വേണ്ടെന്നാ ഞാനിങ്ങനെ ആഗ്രഹിക്കുന്നത്. അടുത്ത മാസം ആകുമ്പോ പിന്നെയും വെപ്രാളം പിടിച്ച് 1 മാസത്തെ കാര്യമല്ലേ ഉള്ളൂ. ഡിസംബറിൽ ചെയ്താ നല്ലത്. അപ്പൊ കുറച്ച് ഇതിനെപ്പറ്റി ഒരു ക്ലിയർ പിക്ചർ കിട്ടുമല്ലോ എല്ലാ കാര്യങ്ങളെ പറ്റി. അങ്ങനെ താല്പര്യപ്പെടുന്നേ.
കാരണം നിങ്ങളുടെ PG-ക്കാരുടെ എക്സാം MT9 MT9 ഉണ്ടായിരുന്നില്ല അല്ലെ? PG എക്സാം എഴുതാൻ പറ്റുകയാണെങ്കിൽ അത് എഴുതാം, നോക്കാം. അല്ല, സെപ്പറേറ്റ് ഒരെണ്ണം എഴുതാൻ പറ്റില്ല മാം, രണ്ടും കൂടെ അല്ലേ എഴുതാൻ പറ്റത്തുള്ളൂ? ഐ തിങ്ക് സോ, ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. ആണോ? ഞാന് അത് ചോദിച്ചില്ല, രണ്ടും കൂടെ എഴുതാൻ പറ്റത്തുള്ളൂ എന്ന് വെച്ച് ചോദിച്ചില്ല. വൈവയും അതുകൊണ്ടായോ ഒരെണ്ണമായിട്ട് ഇങ്ങനെ സെപ്പറേറ്റ് വിടണമെന്ന് വെച്ചാൽ അറ്റൻഡ് ചെയ്യാഞ്ഞേ. എല്ലാം അതെന്താ സംഭവം അറിയാവോ? PG എക്സാം വരുമ്പോ ഞാനായിരിക്കില്ല അതിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇടുന്നത്, അല്ലെങ്കിൽ ഞാനായിരിക്കില്ല ചിലപ്പോ ചാപ്റ്റേഴ്സ് ഒക്കെ എടുക്കുന്നത്, വേറെ ടീച്ചേഴ്സ് ആയിരിക്കും. അതേപോലെ തന്നെ MT9 10 11 ആണെങ്കിലും നിങ്ങൾ എടുത്ത ടീച്ചേഴ്സ് തന്നെ ആയിരിക്കില്ല ക്വസ്റ്റ്യൻസ് ഒക്കെ ഇടുന്നത്, വേറെ ടീച്ചർ ആയിരിക്കും. വ്യക്തമായിട്ട് പഠിച്ചിട്ട് എഴുതാണെങ്കിൽ ചിലപ്പോൾ അത് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുമായിരിക്കും. അപ്പൊ എന്റെ മോക്ക് ടെസ്റ്റ് ഇരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് മാർക്ക് കിട്ടണമെന്നില്ല. മനസ്സിലായോ മാം? അതൊരു 2 മാസം ഈ ടീച്ചേഴ്സിന്റെ തന്നെ ക്ലാസ്സിലോട്ട് നമ്മളെ ജോയിൻ ചെയ്യിപ്പിക്കാൻ പറഞ്ഞാല് ചെയ്തു തരത്തില്ലേ? അങ്ങനെ ചെയ്തു തരത്തില്ലേ? എനിക്കറിയില്ല, ഒന്ന് നോക്ക്. അല്ലെങ്കിൽ പിന്നെ അതിലൊരു 2 മാസം കയറേണ്ടി വരും, കാരണം പിന്നെ അതുകൂടെ പഠിക്കണം. അവരെല്ലാവരുടെയും ബാച്ച് കംപ്ലീറ്റ് ആയി. ഞാൻ ഈ പറഞ്ഞ 3 ബാച്ചും ഏകദേശം കംപ്ലീറ്റ് ആയി. 9, 10, 11 കംപ്ലീറ്റ് ആയിട്ടാണ്. എക്സാം മാത്രമേ ഉള്ളൂ ഇനി അവർക്ക് കണ്ടക്ട് ചെയ്യാൻ, പ്രാക്ടിക്കൽ സെഷൻ അങ്ങനെ. അങ്ങനെ അതിനെപ്പറ്റി ഞാൻ ചിന്തിച്ചില്ല. എന്തായാലും അടുത്ത ബാച്ച് ആണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ തന്നെ ആയിരിക്കുമോ, ഇവരുടെ തന്നെ ആയിരിക്കുമോ? അല്ല, വേറെ ക്വസ്റ്റ്യൻ ആയിരിക്കും, വേറെ രീതിയിലായിരിക്കും, വേറെ ടീച്ചേഴ്സ് ആയിരിക്കും. നമ്മൾ എക്സാം എഴുതുന്നുണ്ടാവുള്ളൂ. എന്തായാലും ഇനി ദൈവനിശ്ചയം പോലൊക്കെ ആവട്ടെ മാം. അല്ല ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. മാമും ഞാനും നീല ഉടുപ്പ് നമ്മൾ തമ്മിൽ വല്ലതും പറഞ്ഞൊത്തോ മാം? എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലേ ചിലപ്പോ ഞാൻ കിട്ടുന്ന ടോപ്പിക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ മുൻ മെസ്സേജ് അയക്കാം കേട്ടോ. അല്ലെങ്കിൽ ടീച്ചറിനോട് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ നമ്പർ ഇട്ടും കോൺടാക്ട് ചെയ്താൽ മതി. എന്തെങ്കിലും ക്ലാരിറ്റിയുടെ കുറവോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ. മാം ഇടുന്ന നോട്ട്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇവരുടെ കാര്യമോ? ഇപ്പോഴത്തെ അല്ല, മോന്റെ കാര്യമാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇവരുടെ കാര്യം ഞാൻ ഇപ്പൊ പറഞ്ഞു കൊടുത്ത് കംപ്ലീറ്റ് ചെയ്യുമല്ലോ. ഓക്കെ, മോന് പിന്നീട് എന്തെങ്കിലും ഡൗട്ട്സ് വരാണെങ്കിൽ അത് ചോദിക്കാണ് ഉദ്ദേശിച്ചത്. ഓക്കെ താങ്ക് യു മാം. മാം ഈ നീല ഉടുപ്പിന്റെ കാര്യം എന്താ രഹസ്യം മാം? മാമും ഞാനും നീല ഉടുപ്പ് പറഞ്ഞൊത്തില്ലല്ലോ. ഓക്കെ മാം, താങ്ക് യു മാം. നമ്മൾ വരുന്നത് PG-യിലേക്കാണ്. PG-യിൽ നമ്മൾ ഫസ്റ്റ് മൊഡ്യൂൾ 4 എഡ്യൂക്കേഷൻ മാനേജ്മെന്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ആയിരുന്നു യൂണിറ്റിന്റെ പാർട്ടിന്റെ പേര്. അതിൽ ഞാൻ എടുത്ത പോർഷൻ എഡ്യൂക്കേഷൻ മാനേജ്മെന്റ്, മീനിങ്, നേച്ചർ ആൻഡ് സ്കോപ്പ് ആൻഡ് ആപ്ലിക്കേഷൻ ഓഫ് എഡ്യൂക്കേഷൻ മാനേജ്മെന്റ് ഇൻ അക്കാഡമിക് ഏരിയ ആയിരുന്നു. രണ്ട് യൂണിറ്റ്സ് ആയിരുന്നു ഞാൻ കവർ ചെയ്തത്, അല്ലേ? അതെ മാം. ഓക്കെ, ഇതില് എന്താണ് മാനേജ്മെന്റ്, അതേപോലെ മാനേജ്മെന്റ് ആർട്ട്, സയൻസ്, ഓർഗനൈസേഷൻ, പേഴ്സൺ, ഡിസിപ്ലിൻ, അങ്ങനെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നല്ല രീതിയിൽ അത് എന്ത് ചെയ്യുക, നല്ല രീതിയിൽ റീഡ് ചെയ്യാം, നല്ല രീതിയിൽ മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യാൻ നോക്കുക, റീഡ് ചെയ്യാനായിട്ട് നോക്കുക. ഒരു പ്രാവശ്യം ചിലപ്പോൾ റീഡ് ചെയ്താൽ കിട്ടണമെന്നില്ല, റിപ്പീറ്റ്ലി എന്ത് ചെയ്യാം, റീഡ് ചെയ്യാം കേട്ടോ. ആ ചാപ്റ്റേഴ്സ് ഒക്കെ നല്ല രീതിയിൽ റിപ്പീറ്റ്ലി റീഡ് ചെയ്യാം. ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ നന്നായിട്ട് നോക്കിയിട്ടില്ലേ മോക്ക് ടെസ്റ്റിന്റെ? ഇല്ല മാം, തുടങ്ങിയില്ല. ഈ ഫസ്റ്റ് ചാപ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു, ഈസി ആയിട്ട് തോന്നി മാം. മാനേജ്മെന്റ് ഈസ് ഓൾസോ ഡിസ്ക്രൈബ്ഡ് ആസ്, ഞാൻ പറഞ്ഞ പോലെ, ആർട്സ്, സയൻസ്, ഡിസിപ്ലിൻ, ഓർഗനൈസേഷൻ, പേഴ്സൺ, അങ്ങനെ ചോദിക്കും. അപ്പൊ നിങ്ങൾ എന്ത് എഴുതണം? ചിലപ്പോൾ അത് എല്ലാം ചോദിച്ചിട്ട് ഓൾ ഓഫ് ദ എബോവ് എന്നാണെങ്കിൽ ഓൾ ഓഫ് ദ എബോവ് ടിക്ക് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, then basic functions of management. Management's basic function planning, organizing, coordinating, commanding and controlling ആണ്. Educational managementന്റെ basic ആണ് ട്ടോ. Basic functions of educational management ആണ് പറഞ്ഞത്. പ്ലാനിങ്ങിന്റെ മാനേജ്മെന്റിന്റെ ബേസിക് ഫംഗ്ഷൻ നമ്മൾ വേറെ പഠിച്ചിട്ടുണ്ടാവും. കൊമേഴ്സ് സ്റ്റുഡൻസ് ഒക്കെ പ്ലാനിങ്, ഓർഗനൈസിംഗ്, സ്റ്റാഫിംഗ്, ഡയറക്ടിംഗ്, കൺട്രോളിംഗ് പഠിച്ചിട്ടുണ്ടാവും. ഇത് ബേസിക് ഫങ്ഷൻസ് ഓഫ് എഡ്യൂക്കേഷണൽ മാനേജ്മെന്റ് ആയതുകൊണ്ടാണ് മാറിയിരിക്കുന്നത്. നോക്കാം. ദെൻ ബേസിക് റോൾസ്, അത് നോട്ട് ചെയ്യണം. ഞാൻ എന്താ പറഞ്ഞ, ബേസിക് ഫങ്ഷൻ ഇമ്പോർട്ടന്റ് ആണ്. ബേസിക് ഫങ്ഷൻസ് നോട്ട് ചെയ്യണം, അത് പഠിക്കാം. കാരണം വിച്ച് ഓഫ് ദ ഫോളോയിങ് നോട്ട് ഇൻക്ലൂഡ് ഇൻ ദ ബേസിക് ഫങ്ഷൻ ഓഫ് മാനേജ്മെന്റ്. അതേപോലെ തന്നെ
which of the following is included in basic functions of management? അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് മാറി ചോദിക്കും. നിങ്ങൾ വിചാരിക്കും മോക്ക് ടെസ്റ്റ് ചോദിച്ച അതേ രീതിയിലായിരിക്കും ക്വസ്റ്റ്യൻ എന്നുള്ളത്. അങ്ങനെ ആവണമെന്നില്ല. ചിലപ്പോ ആദ്യം ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചത് ചിലപ്പോൾ ആൻസർ ആയിട്ട് വരും. അങ്ങനെ ജസ്റ്റ് നിങ്ങൾക്ക് വായിച്ച് ചിലപ്പോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ. പിന്നെ ബേസിക് റോൾസ് ആണ്. മാനേജ്മെന്റ് ഇന്റർപേഴ്സണൽ റോൾ ഉണ്ട്, ഇൻഫർമേഷണൽ റോൾ ഉണ്ട്, ഡിസിഷണൽ റോൾ ഉണ്ട്. അങ്ങനെ 3 റോളാണ് വരുന്നത്. അതേപോലെ തന്നെ സ്കിൽസ് ഡെവലപ്ഡ് എന്ന് വെച്ചാൽ മാനേജ്മെന്റിന് റിലേറ്റഡ് ആയിട്ട് എന്തെല്ലാം സ്കിൽസ് ഡെവലപ്പ് ചെയ്യണം. പൊളിറ്റിക്കൽ, തിയറിറ്റിക്കൽ, ദെൻ ഇന്റർപേഴ്സണൽ, ഡയഗ്നോസ്റ്റിക് എന്ന് വെച്ചാൽ നമ്മൾ ഓരോന്നും എന്ത് ചെയ്യണം, ഐഡന്റിഫൈ ചെയ്തു. ലീഡർഷിപ്പ്, ടെക്നിക്കൽ, ഇത്രയും സ്കിൽസ് എന്ത് ചെയ്യണം, മാനേജ്മെന്റിൽ ഡെവലപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. വാട്ട് ഈസ് എഡ്യൂക്കേഷണൽ മാനേജ്മെന്റ്? Then just ഒരു എക്സാമ്പിൾ ചോദിക്കട്ടെ. 14 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് ഡെവലപ്പ് ചെയ്ത ആരാണ്? ഹെൻറി ഫയോൾ. ഓക്കെ, നമ്മൾ ജസ്റ്റ് പ്രിൻസിപ്പിൾസിന്റെ പേര് മാത്രം പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോ ആരാണ് അത് ഡെവലപ്പ് ചെയ്തത്? ഈ നമ്മളുടെ എഡ്യൂക്കേഷൻ മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് എല്ലാം ഡിപ്പെൻഡ് ചെയ്യുന്നത് ആരുടെ പ്രിൻസിപ്പിൾസിനെയാണ്? ഹെൻറി ഫയോളിന്റെ മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസിനെയാണ്. മോഡേൺ മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസിനെയാണ് നമ്മളുടെ എഡ്യൂക്കേഷൻ മാനേജ്മെന്റിന്റെ പ്രിൻസിപ്പിൾസ് ഒക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അതൊന്ന് ഓർത്ത് വെക്കാം. പിന്നെ ഫയോളിന്റെ പ്രിൻസിപ്പിൾസ് നിങ്ങൾ നോക്കിയിട്ടുണ്ടായിരുന്നോ? ഫയോളിന്റെ പ്രിൻസിപ്പിൾസ് ഇല്ലേ? നമുക്ക് 14 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് ഉണ്ട് ഫയോളിന്റെ. ഹെൻറി ഫയോളിന്റെ 14 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് നമുക്ക് പഠിക്കാനുണ്ടായിരുന്നു. പോയിന്റ്സ് മാത്രമാണ് പഠിക്കാനുണ്ടായിരുന്നത്. അതില് ഫയോളിന്റെ പ്രിൻസിപ്പിൾസ് അല്ലാത്ത ഒരു പ്രിൻസിപ്പിൾ വരാണെങ്കിൽ ടിക്ക് ചെയ്യാൻ പറ്റില്ലേ? ആ രീതിയിൽ ആ പോയിന്റ്സ് ഒന്ന് നോക്കി വെക്കണം കേട്ടോ. ഫയോളിന്റെ എല്ലാത്തൊരു പ്രിൻസിപ്പിൾ തന്നിട്ട് വിച്ച് ഓഫ് ദ ഫോളോയിങ് നോട്ട് ഇൻക്ലൂഡ് ഇൻ നോട്ട് വൺ ഓഫ് ദ ഫയോൾസ് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് എന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ അതില് വരാത്തത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം. പിന്നെ ഒരു കാര്യം പറഞ്ഞില്ലേ, ഫയോളിന്റെ പ്രിൻസിപ്പിൾസിന്റെ കാര്യം പറഞ്ഞപ്പോ തന്നെ പറഞ്ഞത് വിചാരിച്ചു. ഓക്കെ, അപ്പൊ പ്രിൻസിപ്പിൾസ് കറക്റ്റ് ആയിട്ട് നോക്കി വെക്കാം. പിന്നെ എന്താണ് മെയിൻ ആയിട്ടുള്ള ഫങ്ഷൻസ് നമ്മൾ പറഞ്ഞു അല്ലെ? പ്ലാനിങ്, ഫസ്റ്റ് പ്ലാനിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയാ, പ്ലാനിങ് ആണ് ഇതിന്റെ ഫസ്റ്റ് ഫങ്ഷൻ ഓഫ് മാനേജ്മെന്റ്. എന്താണ്? പ്ലാനിങ് ആണ്. വാട്ട്, വെൻ, വേർ, ബൈ ഹൂം ആൻഡ് ഹൗ, ഇതാണ് പ്ലാനിങ്ങിൽ വരുന്ന ചോദ്യങ്ങൾ. ഇത് സോൾവ് ചെയ്യുമ്പോൾ നമ്മൾ പ്ലാനിങ് എന്ന് പറയുന്ന സ്റ്റെപ്പ് നമ്മൾ എന്ത് ചെയ്യാണ്? കംപ്ലീറ്റ് ചെയ്യാണ്. നമ്മുടെ ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്യുക, അതെങ്ങനെ അച്ചീവ് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ ഡിറ്റർമിൻ ചെയ്യുകയാണ് പ്ലാനിങ്ങിൽ വരുന്നത്. ഫോർവേഡ് ലുക്കിംഗ് ഫംഗ്ഷൻ ആണ്. ഫോർവേഡ് ലുക്കിംഗ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുന്നോട്ട് നോക്കുക എന്ന് വെച്ചാൽ നമ്മള് ഭാവിയിലേക്ക് എന്തായിരിക്കും നമ്മൾ പ്ലാൻ ചെയ്യുന്നതിന് പ്ലാനിങ് പറയണം. എല്ലാവർക്കും ഉണ്ടാവില്ലേ? എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷന് മാത്രമാണ് പ്ലാൻ ഉള്ളത്? അല്ലല്ലോ. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ പ്ലാൻ ഉണ്ടാവും. ഇന്ന കോഴ്സ് കഴിഞ്ഞിട്ട് ഇന്ന രീതിയിൽ പോകണം, ഇന്ന കോഴ്സ് കഴിഞ്ഞിട്ട് ഇന്ന എക്സ്പീരിയൻസ്, ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് അക്യൂർ ചെയ്തിട്ട് പുറത്തേക്ക് പോകണം. അങ്ങനെ നമ്മളുടേതായ മൈൻഡിൽ ചെറിയ ചെറിയ പ്ലാനുകൾ ഉണ്ടാവും. അത് തന്നെയാണ് ഈ പ്ലാനിങ് എന്ന് പറയുന്നത്. എ ഫോർവേഡ് ലുക്കിംഗ് പ്രോസസ് ആണ് ഇത് പ്ലാനിങ്. എ ഫോർവേഡ് ലുക്കിംഗ് പ്രോസസ്സിനെയാണ് പ്ലാനിങ് എന്ന് പറയുന്നത്. ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു റിലേഷൻഷിപ്പ് എക്സ്റ്റാബ്ലിഷ് ചെയ്യാണ്. എംപ്ലോയറും എംപ്ലോയിയും തമ്മിൽ ഒരു റിലേഷൻഷിപ്പ് എക്സ്റ്റാബ്ലിഷ് ചെയ്യാണ്. എംപ്ലോയർ എംപ്ലോയിനോട് പറയും ഇന്ന ജോലി നീ ചെയ്യണം, ഇന്ന് അസൈൻ ചെയ്ത് കൊടുത്താണ്. ഒരു ബെസ്റ്റ് ആൻഡ് എഫിഷ്യന്റ് ചാനലിലൂടെ ആയിരിക്കണം നമ്മുടെ ഡ്യൂട്ടീസ് പെർഫോം ചെയ്യാൻ. സിസ്റ്റമാറ്റിക് മാനറിൽ പോസിറ്റീവ് ആൻഡ് കോർഡിനേറ്റഡ് കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ നമ്മളത് കറക്റ്റ് ചെയ്യണം. ഇനി ഓർഗനൈസേഷന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഡിവിഷൻ ഓഫ് വർക്ക്. ഡിവിഷൻ ഓഫ് വർക്ക് എന്ന് പറഞ്ഞാൽ എൻറ്റയർ വർക്ക് ഡിവൈഡ് ഇൻടു സ്മോൾ ടാസ്ക്, ഈച്ച് ടാസ്ക് അസൈൻ ടു ഈച്ച് എംപ്ലോയി. ഒരു വലിയൊരു വർക്ക് നമ്മൾ ഡിവൈഡ് ചെയ്ത് ചെറിയ ചെറിയ ടാസ്കുകളാക്കുന്നു. ആ ടാസ്കുകൾ നമ്മൾ ഓരോരുത്തർക്കും അസൈൻ ചെയ്ത് കൊടുക്കുന്നു. അങ്ങനെ അസൈൻ ചെയ്ത് കൊടുക്കുന്നതിലൂടെ അവരെന്ത് ചെയ്യും? ആ വർക്ക് റിപ്പീറ്റ് ചെയ്യുന്നതിലൂടെ അവർ സ്പെഷ്യലൈസേഷൻ അക്യൂർ ചെയ്യും. ഇനി ഓറിയന്റേഷൻ ടുവേഴ്സ് ഗോൾ. എംപ്ലോയിന് നമ്മളുടെ ഓർഗനൈസേഷന് ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓറിയന്റേഷൻ കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടതായിട്ട് വരും. പിന്നെ കോമ്പോസിഷൻ ഓഫ് ഇൻഡിവിജ്വൽസ് ഇൻ ടു ഗ്രൂപ്പ്. നമ്മളൊരു ഇൻഡിവിജ്വൽ ആയിട്ട് നമുക്കൊരു കാര്യം അറ്റൈൻ ചെയ്യുന്നതിലും ഗ്രൂപ്പ് എഫേർട്ട് ആണ് അവിടെ വരുന്നത്. പിന്നെ കണ്ടിന്യൂസ് പ്രോസസ് ആണ്. ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി, എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ചാനൽസ്. കണ്ടിന്യൂസ് പ്രോസസ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ എന്താണ് ഓർഗനൈസേഷൻ പ്രോസസ് ചെയ്ത് കഴിഞ്ഞെങ്കിൽ വീണ്ടും നമ്മൾ വീണ്ടും ഓർഗനൈസിങ് ചെയ്യേണ്ടതായിട്ട് വരും.
കാരണം അടുത്ത ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മുടെ അതോറിറ്റി ഉണ്ടല്ലോ, അധികാരം നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കേണ്ടവരും ഡെലിഗേറ്റ് ചെയ്ത് ആ ഓരോ വ്യക്തികളിലേക്കും ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കേണ്ടി വരും. നല്ലൊരു ചാനൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യണം. പ്രോപ്പർ ആയിട്ടുള്ള ഡിസിഷൻ മേക്കിങ്ങും കമ്മ്യൂണിക്കേഷനും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ചാനൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ. അതൊന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് നല്ലതാണ്. ഡയറക്റ്റിംഗിൽ വരുമ്പോൾ നമ്മൾ ഡയറക്ഷൻസും കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്നു. ദെൻ കൺട്രോളിങ്, എന്തെങ്കിലും മിസ്റ്റേക്ക് ഒക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് കൺട്രോൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്തെങ്കിലും ടാസ്കിൽ നമ്മുടെ സ്റ്റാൻഡേർഡും ആക്ച്വലും തമ്മിൽ വേരിയേഷൻ ഉണ്ടെങ്കിൽ അത് നമ്മളൊന്ന് കമ്പയർ ചെയ്ത് എന്താണ് ആ വേരിയേഷൻ മനസ്സിലാക്കി അത് കറക്റ്റ് ആക്കുകയും വേണം. ഇവാലുവേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ എംപ്ലോയിയും ചെയ്യുന്ന ജോലി നമ്മൾ എന്ത് ചെയ്യണം, ഇവാലുവേറ്റ് ചെയ്യണം. ഇനി ഡെലിഗേഷന്റെ കാര്യം ഞാൻ പറഞ്ഞു. ഡെലിഗേഷൻ എന്ന് പറഞ്ഞാൽ അസൈനിങ് ടാസ്ക് ആൻഡ് ഗിവിംഗ് റെസ്പോൺസിബിലിറ്റി ടു അതേഴ്സ്. നമ്മൾ കൊടുക്കുമ്പോൾ ടാസ്ക് ചെയ്യാനായിട്ട് നമ്മൾ അസൈൻ ചെയ്യുമ്പോൾ അവർക്ക് അതിനുള്ള അധികാരം കൂടി നമ്മൾ എന്ത് ചെയ്യണം, പാസ് ചെയ്യണം കേട്ടോ. ടാസ്ക് മാത്രം ചെയ്യുകയല്ല, അവർക്ക് വേണ്ട അധികാരം കൂടി നമ്മൾ എന്ത് ചെയ്യണം, പാസ് ചെയ്യണം. ഡയറക്റ്റിംഗ് ഈസ് എ പ്രോസസ് ഓഫ് pursuing the peoples to achieve a group goal. ഡയറക്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗ്രൂപ്പ് ഗോൾ അച്ചീവ് ചെയ്യാനായിട്ട് വ്യക്തികളെ പ്രേരിപ്പിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡയറക്ഷൻ എന്ന് പറയുന്നത്. Which of the following is a key element of direction? മോട്ടിവേഷൻ ആൻഡ് ലീഡർഷിപ്പ് ആണ് ഡയറക്ഷന്റെ കീ എലമെന്റ് ആയിട്ട് നമ്മൾ പറയുന്നത്. ഓക്കെ ഓക്കെ ദെൻ കൺട്രോളിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒബ്സർവിംഗ് ദ പെർഫോമൻസ്, ഞാൻ പറഞ്ഞു സ്റ്റാൻഡേർഡ് പെർഫോമൻസ് ഒബ്സർവ് ചെയ്യും. പിന്നെ എന്ത് ചെയ്യും, നമ്മള് വ്യത്യാസം കണ്ടെത്തും അല്ലെ. നമ്മള് ടേക്കിംഗ് കറക്റ്റ് ആക്ഷൻസ്, സ്റ്റാൻഡേർഡും ആക്ഷനും നമ്മൾ കമ്പയർ ചെയ്തിട്ട് കറക്റ്റ് ആയിട്ടുള്ള ആക്ഷൻസ് എടുക്കും. മെഷർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ പ്ലാൻഡ് ആൻഡ് ആക്ച്വൽ പെർഫോമൻസ്. നമ്മൾ പ്ലാൻ ചെയ്ത പെർഫോമൻസും ആക്ച്വൽ പെർഫോമൻസും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ് എന്ന് മെഷർ ചെയ്തിട്ട് അത് കണ്ടെത്തും. ഓക്കെ, evaluation of education is useful for providing insight into strength, weakness, planning for improvement. നമ്മുടെ സ്ട്രെങ്ത്, നമ്മുടെ വീക്ക്നെസ് കാര്യങ്ങളൊക്കെ കണ്ടെത്താനും അതേപോലെ തന്നെ നമ്മുടെ ഇംപ്രൂവ്മെന്റിന് വേണ്ടിയിട്ടുള്ള പ്ലാൻസ് കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യാനും അത് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി അടുത്ത് എഡ്യൂക്കേഷണൽ അഡ്മിനിസ്ട്രേഷനെ കുറിച്ചിട്ട് നമ്മൾ നോക്കിയില്ലേ. എഡ്യൂക്കേഷണൽ അഡ്മിനിസ്ട്രേഷനിൽ മെയിൻ ആയിട്ട് എന്താണ്, നമ്മളൊരു എഡ്യൂക്കേഷണൽ പ്രോഗ്രാം നല്ല രീതിയിൽ മാനേജ് ചെയ്യുക. അവിടുത്തെ മെറ്റീരിയൽസിനെയും ഹ്യൂമൻ ബീയിങ്സിനെയും പ്രോപ്പർ ആയിട്ടുള്ള മാനേജ്മെന്റിനെയാണ് നമ്മൾ എഡ്യൂക്കേഷണൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. എഡ്യൂക്കേഷണൽ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാല് നമ്മളുടെ ഹ്യൂമൻ റിസോഴ്സ് എഫക്റ്റീവ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യുക. പിന്നെ മെയിൻ ആയിട്ടുള്ള ഫങ്ഷൻസ് നമ്മൾ പറഞ്ഞു. എഡ്യൂക്കേഷൻ മാനേജ്മെന്റിന്റെ മെയിൻ ആയിട്ടുള്ള ഫങ്ഷൻസ് നല്ല രീതിയിൽ നോക്കി വെക്കുക. പോയിന്റ്സ് ആണ് എക്സിക്യൂഷൻ, direction, supervision, advice, stimulation, exploration, leading and assistance. Execution എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്ലാൻസ് എക്സിക്യൂട്ട് ചെയ്യാം. ഡയറക്ഷൻ എന്ന് വെച്ചാൽ ലൈൻ ഓഫ് ആക്ഷൻ, നമ്മൾ അത് എങ്ങനെയാണ് ചെയ്യുന്നത്, ആരെ കൊണ്ടാണ് അത് ചെയ്യിക്കുന്നത്. സൂപ്പർവിഷൻ എന്ന് പറഞ്ഞാൽ ഓഫ് വർക്ക് ഡൺ ഇൻ ദ ഫീൽഡ്, നമ്മൾ സൂപ്പർവൈസ് ചെയ്യാം വർക്ക് കറക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ടോ. അഡ്വൈസ് എന്ന് പറഞ്ഞാൽ മെത്തേഡ് ഓഫ് വർക്ക്, എങ്ങനെയാണ് മെത്തേഡ്. സ്റ്റിമുലേഷൻ എന്ന് പറഞ്ഞാൽ വർക്ക് എഫിഷ്യൻസിനെയാണ് ഡീൽ ചെയ്യുന്നത്. എക്സ്പ്ലോറേഷൻ എന്ന് പറഞ്ഞാൽ ന്യൂ വൈറ്റൽ ആയിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെ എക്സ്പ്ലോർ ചെയ്യുന്നു. ലീഡിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു പ്രോഗ്രാം ലീഡ് ചെയ്ത് അത് നടപ്പിലാക്കാൻ ഹെൽപ്പ് ചെയ്യാം. അഡോപ്റ്റിംഗ് ഫീഡ്ബാക്ക് ആൻഡ് ഡയഗ്നോസിസ് വീക്ക്നെസ്, നമ്മൾ ഫീഡ്ബാക്ക് കാര്യങ്ങളൊക്കെ അഡോപ്റ്റ് ചെയ്യാം. അതേപോലെ വീക്ക്നെസ് ഒക്കെ ഉണ്ടാവും ചിലപ്പോൾ നമുക്ക് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ചിലപ്പോൾ ചില ഏരിയയിൽ വീക്ക് ആയിരിക്കും. സോ നമ്മളത് കണ്ടെത്തി അതിന് വേണ്ട നടപടിക്രമങ്ങൾ എടുക്കാം. ഇത്രയും കാര്യങ്ങളാണ് ആ പോയിന്റിൽ വരുന്നത്. പോയിന്റിൽ നിന്ന് ചോദിക്കാൻ പോണ വിച്ച് ഓഫ് ദ ഫോളോയിങ് നോട്ട് ദ ഫങ്ഷൻസ് ഓഫ് എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ, അല്ലെങ്കിൽ വിച്ച് ആർ ഇൻക്ലൂഡഡ് ഇൻ എഡ്യൂക്കേഷണൽ അഡ്മിനിസ്ട്രേഷൻ. അങ്ങനെയാണ് പോയിന്റ്സിൽ നിന്ന് ക്വസ്റ്റ്യൻസ് കാണാറ്. ഓക്കെ, പോയിന്റ്സിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴേ അങ്ങനെ വരാറ്. ദെൻ സൂപ്പർവിഷൻ. സൂപ്പർവിഷൻ ഈസ് ആൻ എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ എൻഷുർ എന്ന് പറഞ്ഞാൽ സൂപ്പർവൈഷൻ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ എൻഷുർ ചെയ്യണേ, നമ്മൾ ചെയ്യേണ്ട വർക്കുകൾ അവർ ചെയ്യുന്നുണ്ടോ എന്ന് ഒബ്സർവ് ചെയ്യാനാണ് സൂപ്പർവിഷൻ വരുന്നത്. എൻഷുർ ദാറ്റ് പ്ലാൻസ് ആർ ബീൻ എക്സിക്യൂട്ടഡ് അക്കോർഡിംഗ് ടു ഡയറക്റ്റീവ്സ്, നമ്മൾ പറഞ്ഞ രീതിയിലാണോ ഈ പ്ലാൻസ് എല്ലാം കറക്റ്റ് ആയിട്ട് നടപ്പിലാക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് സൂപ്പർവിഷൻ കണ്ടക്ട് ചെയ്യുന്നത്. അഡ്വൈസ് ആൻഡ് stimulate refers to analyze the work
ആൻഡ് ഹെൽപ്പ് ഐഡന്റിഫൈങ് വീക്ക്നെസ് ആൻഡ് സ്ട്രെങ്ത്. അഡ്വൈസിൽ വരുന്നത് നമ്മൾ അവിടുത്തെ വർക്ക് മനസ്സിലാക്കാം, അനലൈസ് ചെയ്യാം. അതേപോലെ നമ്മുടെ സ്ട്രെങ്ത്തും നമ്മുടെ വീക്ക്നെസ്സും കണ്ടെത്തണം. സ്ട്രെങ്ത്തും വീക്ക്നെസ്സും കണ്ടെത്തിയാലാണ് നമുക്ക് എന്ത് കാര്യത്തിലാണ് ഫോക്കസ് ചെയ്യേണ്ടത്, അതേപോലെ എന്ത് കാര്യമാണ് ഇംപ്രൂവ് ചെയ്യേണ്ടത് എന്നൊരു ധാരണ കിട്ടുള്ളൂ. ദെൻ എക്സ്പ്ലോറേഷനിലേക്ക് വരുമ്പോൾ അഡോപ്റ്റിംഗ് ന്യൂ മെത്തേഡ് ഓർ ടെക്നിക് ഫോർ ലേണിംഗ്. പുതിയ മെത്തേഡ്, ഒരു കാര്യം ലേൺ ചെയ്യാനായിട്ട് പുതുതായിട്ടുള്ള മെത്തേഡ്സും കാര്യങ്ങളും എന്ത് ചെയ്യുക, അഡോപ്റ്റ് ചെയ്യുക. നമ്മൾ ഓൺലൈൻ എഡ്യൂക്കേഷനെ കുറിച്ചിട്ട് നമ്മൾ ഈ ഒരു മെത്തേഡ് അഡോപ്റ്റ് ചെയ്ത് എക്സ്പ്ലോർ ചെയ്തെടുക്കാനല്ലേ കോവിഡിന്റെ ടൈം വേണ്ടി വന്നു. നമ്മൾ ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിനെ കുറിച്ചിട്ട് അറിയാൻ വേണ്ടിയിട്ട് ഇപ്പൊ, അല്ലെങ്കിൽ നമ്മൾ പ്രാക്ടിക്കൽ ആക്കാൻ വേണ്ടിയിട്ട്, ഇന്ത്യക്കാരും അല്ലെങ്കിൽ മലയാളികളൊക്കെ അത് പ്രാക്ടിക്കൽ ആക്കാൻ വേണ്ടിയിട്ട് കോവിഡ് എന്ന് പറയുന്ന ഒരു അസുഖം വരുന്നതായിട്ട് വന്നു. അങ്ങനെയാണ് നമ്മൾ ഈ മെത്തേഡും ടെക്നിക് ഫോർ ലേണിംഗും കാര്യങ്ങളൊക്കെ കണ്ടെത്തിയത്. അതുവഴി ഒരുപാട് പേർക്ക് അതിന്റെ ബെനിഫിറ്റും കാര്യങ്ങളും അക്യൂർ ചെയ്തിട്ടുണ്ട്. എഡ്യൂക്കേഷണൽ അഡ്മിനിസ്ട്രേഷൻ ഡെവലപ്പ് ഹ്യൂമൻ പേഴ്സണാലിറ്റി ഇൻ എ ബാലൻസ്ഡ് മാനർ. നല്ല രീതിയിലുള്ള എഡ്യൂക്കേഷണൽ അഡ്മിനിസ്ട്രേഷൻ ഉണ്ടെങ്കിൽ നമ്മുടെ ഓരോ വ്യക്തിയുടെയും പേഴ്സണാലിറ്റി നല്ല രീതിയിൽ നമുക്ക് ബാലൻസ്ഡ് ആയിട്ടുള്ള രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. മാനേജ്മെന്റ് ആസ് എ ഡിസിപ്ലിൻ റെഫേഴ്സ് ടു. നമ്മൾ മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ ഡിസിപ്ലിൻ ആണെന്ന് പറയാറുണ്ട്. അത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് മാനേജ്മെന്റ് ഈസ് ബേസ്ഡ് ഓൺ നോളജ് ആൻഡ് പ്രിൻസിപ്പിൾസ്. ഒരു മാനേജ്മെന്റ് എന്ന് പറയുന്നത് നോളജിന്റെയും പ്രിൻസിപ്പിളിന്റെയും ബേസിലാണ് വരുന്നത്. ഈ രണ്ട് കാര്യത്തെ കുറിച്ചും വ്യക്തമായ ധാരണ ഒരു എഡ്യൂക്കേഷണൽ അഡ്മിനിസ്ട്രേറ്റർക്ക് വേണം, നല്ല പ്രോപ്പർ ആയിട്ട് മാനേജ് ചെയ്യാൻ. ഇപ്പൊ പറയുന്നത് ഏത് പാർട്ടിലാണ്? ഞാനിപ്പോ ഇത് മുൻപ് പറഞ്ഞതാ. ഓക്കെ ഓക്കെ. അതായത് എന്താണത് എഡ്യൂക്കേഷണൽ അഡ്മിനിസ്ട്രേഷന്റെ ഒന്നുകൂടെ? എഡ്യൂക്കേഷണൽ അഡ്മിനിസ്ട്രേഷന്റെ മെയിൻ ആയിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് മാനേജ്മെന്റ് ആസ് എ ഡിസിപ്ലിൻ. എങ്ങനെയാണ് മാനേജ്മെന്റ് ഡിസിപ്ലിൻ ഫോളോ ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഓവറോൾ മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് ഒക്കെ ഉണ്ട്. അതേപോലെ അതിനെ കുറിച്ചിട്ടുള്ള കുറച്ച് തിയറീസും കാര്യങ്ങളും ഉണ്ട്. ഇത് ഫോളോ ചെയ്യുന്നതിലൂടെയാണ് ഈ മാനേജ്മെന്റ് എന്ത് ചെയ്യുന്നത്, ഈ ഡിസിപ്ലിൻ ഫോളോ ചെയ്യുന്നത്. മനസ്സിലായോ? ഒരു എക്സാമ്പിൾ ഡിവിഷൻ ഓഫ് വർക്ക് ആണെന്ന് വിചാരിക്കുക. നമ്മുടെ ഡിവിഷൻ ഓഫ് വർക്ക് എന്ന് പറഞ്ഞാൽ മാനേജ്മെന്റിന്റെ ഒരു പ്രിൻസിപ്പിൾ ആണ്. അത് അപ്ലൈ ചെയ്തിട്ടാണ് ഒരുമിച്ചൊരു വ്യക്തിനെ കൊണ്ട് എല്ലാ വർക്കും ചെയ്യിക്കാതെ നമ്മൾ ആ എൻ്റയർ വർക്കിനെ ചെറിയ ചെറിയ എന്തായിട്ട് ടാസ്ക് ആയിട്ട് ഡിവൈഡ് ചെയ്ത് ഓരോ എംപ്ലോയീസിനെയും ഓരോ വർക്ക് നമ്മൾ അസൈൻ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ആ പ്രിൻസിപ്പിൾസിന്റെ ബേസിലാണ് നമ്മൾ ഈ വർക്ക് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് നല്ല രീതിയിൽ ഡിസിപ്ലിനും കൺട്രോളും കോർഡിനേഷനും ഒക്കെ കൊണ്ടുവരാനായിട്ട് പറ്റും. മനസ്സിലായോ? അപ്പൊ നിങ്ങൾ വിചാരിക്കും എന്താണ്, ജസ്റ്റ് ഇതിൽ നിന്ന് മാത്രം ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിക്കും, നേരിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കും. നന്നായിട്ട് വായിച്ചു നോക്കാം കേട്ടോ, നന്നായിട്ട് വായിച്ചു നോക്കാം. സ്കോപ്പ് ഓഫ് എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷനിൽ മെയിൻ ആയിട്ട് പ്ലാനിങ്, ബഡ്ജറ്റിംഗ്, ഓർഗനൈസിങ് 3 കാര്യങ്ങൾ വരുന്നുണ്ട്. അതൊന്നും ജസ്റ്റ് നോക്കാം. പ്ലാനിങ്ങിൽ എന്തെല്ലാം കാര്യങ്ങളാണ് വരുന്നത്? റെക്കഗ്നീഷൻ ഓഫ് ഗോൾ, ഒപ്റ്റിമം യൂസ് ഓഫ് റിസോഴ്സ്, അവോയ്ഡൻസ് ഓഫ് വേസ്റ്റേജ്, ഡ്യൂപ്ലിക്കേഷൻ ഓഫ് എഫേർട്ട്, അൺഹെൽത്തി പ്രാക്ടീസ്, ഓർഡർലി എക്സിക്യൂഷൻ ഓഫ് പ്ലാൻസ് ഒക്കെ നമ്മൾ പ്ലാനിങ് എന്ന് പറയുന്ന ലെവലിൽ വരും. നമ്മൾ എഡ്യൂക്കേഷൻ പ്ലാനിങ് ജസ്റ്റ് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലെ എഡ്യൂക്കേഷണൽ ലെവലിൽ മാത്രമാണ് വരുന്നത്. അങ്ങനെയല്ല, സെൻട്രൽ ലെവല്, സ്റ്റേറ്റ് ലെവല്, ലോക്കൽ ലെവല്, സ്കൂൾ ലെവൽ, ഈ 4 ലെവലിലും എന്ത് വരുന്നുണ്ട്? എഡ്യൂക്കേഷൻ പ്ലാൻ വരുന്നുണ്ട്. നമ്മൾ സെൻട്രൽ ഗവൺമെന്റ് എഡ്യൂക്കേഷനെ കുറിച്ചിട്ടുള്ള പ്ലാൻസും കാര്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്? ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്. അത് ഫോളോ ചെയ്തിട്ടാണ് എല്ലാ സ്റ്റേറ്റുകളും അത് എന്ത് ചെയ്യുന്നത്? ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. സ്റ്റേറ്റുകൾ ആര് വഴി? ലോക്കൽ ലെവൽ വഴി, അല്ലെങ്കിൽ ലോക്കൽ ഗവൺമെന്റ് വഴി സ്കൂളുകളിൽ അത് നടപ്പിലാക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ സെൻട്രൽ ഗവൺമെന്റിന്റെ ഒരു നിയമമാണ്, എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള സെൻട്രൽ ഗവൺമെന്റിന്റെ ഒരു ചെറിയ നിയമമാണ്. എന്താണ്? 6 ഇയേഴ്സ് ആവാത്ത കുട്ടികൾ, 6 ഇയേഴ്സ് ആവണം ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ എന്താണ് പഠിപ്പിക്കണമെങ്കിൽ എത്ര വയസ്സ് വേണം ഒരു കുട്ടിക്ക്? 6 വയസ്സ് വേണം എന്നൊരു നിയമമുണ്ട് അല്ലെ? നമ്മളുടെ ഇവിടെ CBSE സ്കൂളുകൾ അത് ഫോളോ ചെയ്യുന്നുണ്ട്. 4 വയസ്സ് നിർബന്ധമായിട്ട് ഉണ്ടായാലേ LKG എടുക്കുന്നുള്ളൂ. ഇപ്പൊ അതങ്ങനെയുണ്ട്, 4 വയസ്സിലെ LKG എടുക്കുള്ളൂ. അതേപോലെ തന്നെ 3 വയസ്സിൽ PKG, പ്ലേ ക്ലാസ്, അങ്ങനെയാണ് പോകുന്നത്. അപ്പോ അത് ഓരോന്നിനും അതിൻ്റെതായ നിയമമുണ്ട്. അത് ഓരോ ലെവലിലൂടെ അത് എന്ത് ചെയ്യാണ്? ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. എഡ്യൂക്കേഷൻ പ്ലാൻസിന്റെ ഭാഗമായിട്ട് ശരിക്കും പറഞ്ഞാലില്ലേ, ഒരു 6 വയസ്സാകണം കുട്ടികളിൽ ബ്രെയിൻ ഡെവലപ്മെന്റ് ഒക്കെ ഒരു 90% ആവണമെങ്കിൽ നമുക്കറിയാലോ 6 വയസ്സാവട്ടെ. അപ്പൊ 3 to 6 ഇയേഴ്സ് എത്ര ഇമ്പോർട്ടന്റ് ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ? ഒരു കുട്ടിയുടെ ലൈഫിൽ
3 to 6 years എത്ര ഇമ്പോർട്ടന്റ് ആണെന്ന് നമുക്കറിയാം. അപ്പൊ 6 വയസ്സിലാണ് അങ്ങനെ വേണമെന്ന് അതിന്റെ ബേസിലാണ് സെൻട്രൽ ഗവൺമെന്റ് അങ്ങനെ ഒരു നിയമം കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ എല്ലാ സ്കൂളുകളിലും അങ്ങനെ ഒരു നിയമം ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. 6 വയസ്സിലാണ് ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ എത്തുള്ളൂ. അത് അവർ ഇംപ്ലിമെന്റ് ചെയ്തൊരു നിയമമാണ്. അങ്ങനെ നമ്മളത് ഫോളോ ചെയ്യണം. അപ്പോൾ നല്ല രീതിയിൽ നമുക്ക് മാനേജ്മെന്റിന് പ്രോപ്പർ ആയിട്ട് എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ നടത്താനായിട്ട് പറ്റും. ഓക്കെ ആണത്? ഈ ചാപ്റ്റർ എളുപ്പമാണ്. നല്ലൊരു ചാപ്റ്റർ ആണ്. അത്യാവശ്യം എനിക്കുള്ളതിൽ നല്ലൊരു ചാപ്റ്റർ ഇതാണ് അല്ലെ. ചാപ്റ്റർ കാണുമ്പോൾ ഇത്തിരി ടഫാണെന്ന് തോന്നുമെങ്കിലും ഇതിൽ ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ കിട്ടാവുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്ററാണ്. ഓക്കെ, അടുത്ത യൂണിറ്റ് എടുക്കാലോ. എന്തായിരുന്നു? ആപ്ലിക്കേഷൻ ഓഫ് എഡ്യൂക്കേഷൻ മാനേജ്മെന്റ് അക്കാഡമിക് ഏരിയ. One minute, huh? ഇതില് അപ്രോച്ചുകളും ആരാണ് അത് ഡെവലപ്പ് ചെയ്തതും എന്ന് നോക്കണം കേട്ടോ. ഓക്കെ, ആരാണ് ഓരോ അപ്രോച്ചുകൾ ചെയ്തിരിക്കുന്നത് എന്നുള്ളത് നോക്കണേ. എന്നുവെച്ചാൽ ഹെർബർട്ടൻ അപ്രോച്ച്, ഹെർബർ അത് എന്താണ്, അതിൽ വരുന്ന 5 സ്റ്റെപ്സ് എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കണേ. 5 സ്റ്റെപ്സ് അതിൽ പറയുന്നുണ്ട്. എല്ലാം മാർക്ക് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. 5 സ്റ്റെപ്സ് നോക്കണം. ഇവാലുവേഷൻ അപ്രോച്ച് നോക്കണം. ആ വരുന്ന 3 സ്റ്റെപ്സുകൾ നോക്കണം. ആരാണത് ഇവാലുവേഷൻ അപ്രോച്ച് ഡെവലപ്പ് ചെയ്ത വ്യക്തി? അത് നോക്കണം കേട്ടോ. ഓരോന്നും അത്ര ഡീപ്പായിട്ട് നോക്കണം. ഇത് അപ്രോച്ചുകൾ മാത്രം കുറച്ച് നന്നായിട്ട് നോക്കിയാൽ മതി. പിന്നെ മാനേജിങ് ആൻഡ് ടീച്ചിങ് ലേണിംഗ് അത് ആരാണ് ഡെവലപ്പ് ചെയ്തത്, എത്ര സ്റ്റെപ്സ് ആണ് അതിലുള്ളത്. പിന്നെ ഓർഗനൈസിങ് ടീച്ചിങ് വരുന്ന സ്റ്റെപ്സുകൾ, ലെവൽസ്, സ്റ്റെപ്സുകൾ ഏതൊക്കെയാണ്. ഓക്കെ, മോഡുലാർ അപ്രോച്ച് ഓഫ് ടീച്ചിങ് എന്തിനാ ഡീൽ ചെയ്യുന്നതാണ്. Operation of classroom teaching. Okay. Same approach നോക്കുമല്ലോ. ഞാൻ ജസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മാത്രം മാർക്ക് ചെയ്യുന്നുള്ളൂ. വീണ്ടും ഇരുന്നത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല കേട്ടോ. Then dimensions of classroom management. Classroom management മെയിൻ ആയിട്ട് 4 dimensions ആണ് വരുന്നത്. Physical dimension or environment, social and cultural dimension, psychological dimension, ethical consideration and value dimension. അതെന്തൊക്കെയാണ് എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അതില് വരുമ്പോൾ ലെവൽ നോക്കാം കേട്ടോ. ദെൻ ഓരോ ഡയമെൻഷൻസും നല്ല രീതിയിൽ റീഡ് ചെയ്ത് പോവാം. പിന്നെ വരുമ്പോൾ നമ്മളെ പോയിന്റ്സ് കാര്യങ്ങളൊക്കെ എന്താണ്, ലേണേഴ്സ് കൺട്രോൾ ഇൻസ്ട്രക്ഷൻ, ഗ്രൂപ്പ് കൺട്രോൾ ഇൻസ്ട്രക്ഷൻ, ജസ്റ്റ് ഫുൾ ഫോം ചോദിക്കുകയാണെങ്കിൽ ടീച്ചേഴ്സ് കൺട്രോൾ ഇൻസ്ട്രക്ഷൻസ്, അതേപോലെ ഗ്രൂപ്പ് കൺട്രോൾ ഇൻസ്ട്രക്ഷൻ, ഇതൊക്കെ ജസ്റ്റ് ഫുൾ ഫോം ചോദിക്കാനുള്ള ചാൻസ് കുറവാണ്. എന്നാലും നിങ്ങൾ നോക്കി വെച്ചോ കേട്ടോ. ആ പോയിന്റ്സും കാര്യങ്ങളൊക്കെ നോക്കാം കേട്ടോ. എന്തെല്ലാം ഇന്റർവീനിങ് കമ്പോണൻസ് ഓഫ് ഓർ വേരിയബിൾസ് ഏതെല്ലാമാണ്, ക്ലാസ് റൂം മാനേജ്മെന്റ് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന വേരിയബിൾസ് ഏതെല്ലാമാണ് എന്നുള്ളത് നോക്കി വെക്കാം. കേട്ടോ, ഞാൻ നോക്കുന്ന ക്വസ്റ്റ്യൻസ് കിട്ടുന്നില്ല.
എനിക്ക് ക്വസ്റ്റ്യൻ വയ്ക്കുന്നത് ഓർഡറിലല്ല, അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ക്വസ്റ്റ്യൻ ബുക്ക് എന്റെ നോട്ട്ബുക്കിൽ കറക്റ്റ് ഓർഡറിൽ വന്നിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, നിങ്ങള് എന്താ പറയാ, അറ്റ് മെമ്മറി ലെവൽ ദ ക്ലാസ് റൂം മാനേജ്മെന്റ് ഇസ് കൺട്രോൾഡ് ആൻഡ് ഡോമിനേറ്റഡ് ബൈ ലേണേഴ്സ് ഓൺലി, ടീച്ചേഴ്സ് ഓൺലി, ബോത്ത് ടീച്ചേഴ്സ് ആൻഡ് ലേണേഴ്സ്, ടീച്ചേഴ്സ് ആൻഡ് മാനേജ്മെന്റ്. അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ മെമ്മറി ലെവലില് ആരാണ് എന്ത് ചെയ്യുന്നത്, കൺട്രോളും ഡോമിനേറ്റും ചെയ്യുന്നത്? നോക്കി, ഞാൻ അടയാളപ്പെടുത്തി തന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, നിങ്ങളൊന്ന് നോക്കിട്ടോ. കണ്ടോ, ആരാണ് കൺട്രോൾ ചെയ്യുന്നത്? ടീച്ചേഴ്സ് ആണ് അല്ലെ? അപ്പൊ അത് ഉള്ളിൽ നിന്നാണ് ചോദിക്കുന്നത്. പോയിന്റ്സ് മാത്രം നോക്കിയിട്ട് കാര്യമില്ല, അത് ഉള്ളിൽ നിന്ന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അത് നോക്കാട്ടാ. അതേപോലെ അണ്ടർസ്റ്റാൻഡിംഗ് ലെവലിൽ ആരാണ് കൺട്രോൾ ചെയ്യുന്നത്? നോക്കി, അണ്ടർസ്റ്റാൻഡിംഗ് ലെവലില് മൊത്തം വേണോ? ഈ ടീച്ചർ ലേണർ റിലേഷൻ അതെല്ലാം വേണം അല്ലേ? പിന്നെ റിഫ്ലക്റ്റീവ് ലെവലില് ആരാണ്? ഒന്നും പറയാനില്ലല്ലോ. അപ്പോ നോക്കി, റിഫ്ലക്റ്റീവ് ലെവൽ എന്നൊക്കെ പറയുമ്പോൾ ആരൊക്കെ വരുന്നത്? ലേണേഴ്സ് ആണ് ഡോമിനേറ്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ നല്ല രീതിയിൽ അത് നോക്കുക. വായിക്കുമ്പോൾ പോയിന്റ്സ് മാത്രം ജസ്റ്റ് ഈ ലെവൽസ് മാത്രം പറഞ്ഞു പോയി കഴിഞ്ഞാൽ മനസ്സിലാവണമെന്നില്ല. ഈ ലെവൽസിൽ എന്താണ്, ആരാണ് ഡോമിനേറ്റ് ചെയ്യുന്നത്, ആരാണ് കൺട്രോൾ ചെയ്യുന്നത്, ഇവിടെ പോയിന്റ് ആയിട്ട് എഴുതി വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. പഠിക്കുമ്പോൾ തന്നെ അത് വേഗം വേഗം കവർ ചെയ്ത് പോകാൻ നോക്കാം. സ്റ്റക്കായിട്ട് നിൽക്കരുത്. ഇപ്പൊ ഒരു ടോപ്പിക് ഡൗട്ട് വന്നു, അത് വിചാരിച്ച് ആ ഒരു ടോപ്പിക്കിൽ തന്നെ നിൽക്കരുത്, അടുത്ത ടോപ്പിക്കുകൾ കവർ ചെയ്യാം കേട്ടോ. പിന്നെ പറയുന്നത് ഈ സ്റ്റേജസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. വിച്ച് ആർ ദ സ്റ്റേജസ് ഓഫ് ഫേസസ് ഓഫ് ടീച്ചിങ് ഇൻ ക്ലാസ് റൂം, ഓപ്പറേഷൻസ് ഓഫ് ടീച്ചിങ് ഇൻ ക്ലാസ് റൂം. അത് 3 സ്റ്റേജസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആക്റ്റീവ് സ്റ്റേജ്, ഇന്ററാക്റ്റീവ് സ്റ്റേജ്, പോസ്റ്റ് ആക്റ്റീവ് സ്റ്റേജ്. ഓക്കെ, നോക്കാട്ടത്. പിന്നെ ഡയമെൻഷൻസ് ഓഫ് ക്ലാസ് റൂമിൽ റിയാക്റ്റീവ് സ്റ്റേജ് റെഫേഴ്സ് ടു എന്ന് പറയുന്നത് നോക്കണം. അങ്ങനെ നമ്മളിപ്പോ ഈ ഉള്ളിൽ നിന്നുള്ളതില്ലേ, ഓരോന്നും അതിനെ വ്യക്തമായിട്ട് പഠിച്ചിട്ട് പോകാനായിട്ട് നോക്കാം കേട്ടോ. ഡയമെൻഷൻസിന്റെ കാര്യം ഞാൻ പറഞ്ഞല്ലേ. ഫോളോയിങ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദിസ് ഡയമെൻഷൻ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൽ ഏതാണ് ഡയമെൻഷനിൽ ഇൻക്ലൂഡ് ആവാത്തത്, അങ്ങനെയൊക്കെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ നിങ്ങൾ നന്നായിട്ട് നോക്കാം കേട്ടോ. പിന്നെ ഓരോ സോഷ്യൽ ആൻഡ് കൾച്ചറൽ ഡയമെൻഷനിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന കാര്യങ്ങൾ, ഇപ്പൊ ടീച്ചേഴ്സ് ആൻഡ് തോട്ട് റിലേഷൻ, റിലേഷൻഷിപ്പ് എമംഗ് സ്റ്റുഡൻസ്, റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടീച്ചേഴ്സ് ആൻഡ് പ്രിൻസിപ്പൽ, റിലേഷൻ എമംഗ് ദ ടീച്ചേഴ്സ്, ഇതൊക്കെ നോക്കാം. Then learners of the class in the classroom management is leaders. എപ്പോഴും ചോദിക്കുന്നത്, ഞാൻ എന്റെ വായിച്ചപ്പോ ഞാൻ എഴുതിയത് വായിച്ചപ്പോ മാറിപ്പോയതാണ്ട. ക്ലാസ് റൂം മാനേജ്മെന്റിന്റെ ലീഡർ ആരാണ്? ക്ലാസ് റൂമിന്റെ ലീഡർ ആരാണ്? അങ്ങനെ എപ്പോഴും ക്വസ്റ്റ്യൻ കാണാറുണ്ട്. ടീച്ചറാണോ? ടീച്ചറല്ലേ? ടീച്ചറാണ് ട്ടോ. കറക്റ്റ് ആയിട്ട് പോണം. ചിലപ്പോ സ്റ്റുഡൻസ് ലീഡർ എന്നൊക്കെ കാണും, സ്റ്റുഡന്റ് അല്ലെങ്കിൽ എന്താ പറയാ സ്കൂൾ ലീഡർ എന്നൊക്കെ കാണും. പെട്ടെന്ന് പോയി സ്കൂൾ ലീഡർ ക്ലിക്ക് ചെയ്തിട്ട് ഒരു ക്ലാസ് റൂമിന്റെ ഏറ്റവും ലീഡ് ചെയ്യുന്ന വ്യക്തി ആരാണ്? ടീച്ചറാണ് ട്ടോ. ടീച്ചേഴ്സ് റോൾസ് ഇന്ററാക്ടിങ് വിത്ത് ദ പാരന്റ്സ് ഇസ് ടു ബി എയിംഡ്. പാരന്റ്സ് ആയിട്ട് ടീച്ചേഴ്സ് എന്തിനു വേണ്ടിയിട്ട് ഇന്ററാക്ട് ചെയ്യുന്നത്? നമ്മൾ കുട്ടികളുടെ ബാക്ക്ഗ്രൗണ്ടും പ്രോഗ്രസും കാര്യങ്ങളൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ടീച്ചറായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നത്. ടീച്ചേഴ്സ് പാരന്റ്സിനോട് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഒരു 2-way കമ്മ്യൂണിക്കേഷൻ ആണ് ഏറ്റവും നല്ലത്. ടീച്ചേഴ്സ് പാരന്റ്സിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഒരു 2-way കമ്മ്യൂണിക്കേഷൻ ആണ് എപ്പോഴും നല്ലതെന്ന് പറയാം. പിന്നെ ഹ്യൂമൻ റിലേഷൻഷിപ്പ്. വാട്ട് ഡസ് ഹ്യൂമൻ റിലേഷൻഷിപ്പ് ഇൻ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ മെയിൻലി ഇൻവോൾവ്? എന്താണ് ഹ്യൂമൻ റിലേഷൻഷിപ്പ്? എന്തെല്ലാം കാര്യങ്ങൾ ഇൻവോൾവ് ചെയ്യുന്നത്? കോപ്പറേഷൻ ആൻഡ് ഇന്റർ റിലേഷൻഷിപ്പ് വിത്ത് പേഴ്സണേജ്. നല്ലൊരു കോപ്പറേഷൻ വേണം, നല്ലൊരു ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് വേണം. ഡയറക്ട്ലി ആൻഡ് ഇൻഡയറക്ട്ലി ഇൻവോൾവ്. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ എവിടെയെന്ന് നോക്കിയോ? ഓക്കെ, directly and indirectly involved in various activities of the institution. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനിലെ ഡയറക്റ്റ് ആയിട്ടും ഇൻഡയറക്റ്റ് ആയിട്ടോ ആക്ടിവിറ്റീസിലും കാര്യങ്ങളിലും എന്ത് ചെയ്യാം? ഇൻവോൾവ് ചെയ്യാം. ദെൻ നമ്മൾ ഹ്യൂമൻ റിലേഷൻസ് പറഞ്ഞു അല്ലെ. ഹ്യൂമൻ റിലേഷൻസിൽ എന്തെല്ലാം ടൈപ്സ് ഓഫ് റിലേഷൻസ് ആണ് വരുന്നത്, അതൊന്ന് പോയിന്റ് ഔട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഒന്ന് പോയിന്റ് ഔട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് റിലേഷൻഷിപ്പ് കിട്ടും. ടീച്ചേഴ്സ് ലേണേഴ്സ് റിലേഷൻഷിപ്പ് ഉണ്ട്,
ലേണേഴ്സ് റിലേഷൻഷിപ്പ് ഉണ്ട്, ടീച്ചേഴ്സ് റിലേഷൻഷിപ്പ് ഉണ്ട്, ടീച്ചേഴ്സ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ റിലേഷൻ ഉണ്ട്, ടീച്ചേഴ്സ് ആൻഡ് കമ്മ്യൂണിറ്റി റിലേഷൻ ഉണ്ട്. അങ്ങനെ ആ റിലേഷൻസ് കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഹാൻഡിൽ ചെയ്യുന്നു. നമ്മളത് ഉള്ളിലത്തെ കാര്യങ്ങളൊക്കെ വായിച്ചു പോകട്ടെ. ലേണേഴ്സ് റിലേഷൻഷിപ്പ് എന്ത് ചെയ്യും, നല്ലൊരു സൗണ്ട് റിലേഷൻസ് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. അതേപോലെ ടീച്ചേഴ്സ് റിലേഷൻഷിപ്പ് എങ്ങനെയാണ് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നത്. പിന്നെ ടീച്ചേഴ്സ് അഡ്മിനിസ്ട്രേറ്റർ റിലേഷൻഷിപ്പ് വരുമ്പോൾ ഒരു അതോറിറ്റി പോലത്തെ ഒരു ഫീലാണ് നമുക്ക് തോന്നുന്നത്. പിന്നെ കൊളീഗ്സ് തമ്മിലൊരു കമ്മ്യൂണിക്കേഷൻ ഇംപ്രൂവ് ചെയ്യുന്നത് നല്ലതാണ്. ഏത് ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഏത് ടൈപ്പാണ് ഏറ്റവും നല്ലത്? കമ്മ്യൂണിക്കേഷൻ ചാപ്റ്റർ പഠിച്ചു വന്നല്ലേ, ഏത് ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ് ഏറ്റവും നല്ലത്? ടു വേ കമ്മ്യൂണിക്കേഷൻ ആണ്. ഓക്കെ, ടീച്ചേഴ്സും അവരുടെ കൊളീഗ്സും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ആയാലും ടീച്ചേഴ്സും പാരന്റ്സും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ആണെങ്കിലും ടു വേ കമ്മ്യൂണിക്കേഷൻ ആണ് നല്ലത്. വാട്ട് ഈസ് ദ മെയിൻ റോൾ ഓഫ് എ ടീച്ചർ ഇൻ എ ക്ലാസ് റൂം മാനേജ്മെന്റ്? ക്ലാസ് റൂം മാനേജ്മെന്റ് ടീച്ചറിന്റെ റോൾ എങ്ങനെയാണ്? ഒരു മാനേജർ ആണ്, ഫിലോസഫർ ആണ്, ഒരു ഗൈഡ് ആണ്, ഒരു ലീഡർ ആണ്, ഒരു ഫ്രണ്ട് ആണ്, അല്ലെ? ഒരു ക്ലാസ്സിലെ ടീച്ചർ എന്ന് പറയുന്ന കുട്ടികളെ സംബന്ധിച്ച് ആ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യുന്ന ഒരാളാണ്, കുട്ടികളെ ലീഡ് ചെയ്യുന്ന ഒരാളാണ്, കുട്ടികൾക്ക് ഒരു ഗൈഡ് ചെയ്യുന്ന ഒരാളാണ്, കുട്ടികളുടെ ഒരു ഫ്രണ്ട് ആണ്, ഫിലോസഫർ ആണ്. ഇത്രയും കാര്യങ്ങളാണ് ഒരു ടീച്ചർ എന്ന് പറയുന്നത്. നമ്മള് എക്സ്ട്രാ ട്യൂട്ടോറിയലും കാര്യങ്ങളൊക്കെ റെമഡിയൽ ടീച്ചിങ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? റെമഡിയൽ ടീച്ചിങ് റെമഡിയൽ ടീച്ചിങ് കേൾക്കുന്നുണ്ടോ നിങ്ങള്? പിന്നോക്ക അവസ്ഥയുള്ള കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. ഓക്കെ, എന്താ പറഞ്ഞത് റെമഡിയൽ ടീച്ചിങ്ങിനെ കുറിച്ച്? കുറച്ച് പിന്നോക്കമുള്ള കുട്ടികളെ പഠിപ്പിക്കുന്ന രീതി. അതെ, കുറച്ച് വീക്ക് ആണെന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ അവർക്ക് റെമഡിയൽ ആയിട്ട് നമ്മൾ കാര്യങ്ങളും ക്ലാസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും. വിച്ച് റോൾ ഇൻവോൾവ് ഹെൽപ്പിംഗ് ദ സ്റ്റുഡൻസ് വിത്ത് പേഴ്സണൽ ആൻഡ് ലേണിംഗ് പ്രോഗ്രാംസ്. നമ്മൾ കുട്ടികളുടെ പേഴ്സണൽ ആൻഡ് ലേണിംഗ് പ്രോഗ്രാംസ് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണം, ഹെൽപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ റോൾ ആസ് എ ഗൈഡ്, നമ്മൾ ഗൈഡ് ആയിട്ട് നമ്മൾ അവരെ ഗൈഡ് ചെയ്യാണ് ചെയ്യുന്നത്. അവർക്ക് വേണ്ട സൂപ്പർവിഷൻ ആൻഡ് ഗൈഡിംഗ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി തമിഴെങ്കിലും പറഞ്ഞോ? ഇല്ല, മൈക്ക് ഓണായിരുന്നു, മാം ശ്രദ്ധിച്ചില്ല. ഓക്കെ, മാം ഇപ്പൊ പറഞ്ഞതൊക്കെ ഇതിന്റെ ഉള്ളിൽ വരുന്നതാണല്ലേ? ക്ലാസ് റൂം മാനേജ്മെന്റിന്റെ അകത്ത് വരുന്ന മാം ഇപ്പൊ പറഞ്ഞു വന്നിട്ട് എല്ലാം ഉണ്ട്, എവിടെയും വിടുന്നില്ല, എല്ലാം ഉണ്ടല്ലോ, എല്ലാം പഠിക്കണം. ഇതിൽ വിടാനായിട്ടൊന്നുമില്ല. ദെൻ നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താ പറയുന്നത്, റോൾ ഓഫ് ഗൈഡ് പറഞ്ഞു. മെയിൻ ഫങ്ഷൻസ് ഓഫ് മാനേജേഴ്സ് ഇൻ ടീച്ചിങ് അത് നമ്മൾ നോക്കാം. പിന്നെ ടെക്നിക്സ് അണ്ടർ ഇന്ററാക്ഷൻ അനാലിസിസ് ഫോക്കസ് ഓൺ ബോഡി ലാംഗ്വേജ്. നമ്മൾ ടീച്ചേഴ്സിന്റെ ബോഡി ലാംഗ്വേജ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കുട്ടിയുടെ നമ്മൾ പഠിപ്പിക്കുന്ന സമയത്ത് ട്രെയിൻ ചെയ്യുന്ന സമയത്ത് ടീച്ചേഴ്സിന്റെ ബോഡി ലാംഗ്വേജ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം നമ്മൾ വെർബൽ കമ്മ്യൂണിക്കേഷൻ ഇന്ററാക്ഷൻ മാത്രമല്ല, നോൺ വെർബൽ ഇന്ററാക്ഷൻ അനാലിസിസ് കൊണ്ടാണ് നമ്മൾ ടീച്ചേഴ്സിന്റെ ബോഡി ലാംഗ്വേജ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. വിയർ ചെയ്യുന്ന ഡ്രസ്സ്, കോസ്റ്റ്യൂം കാര്യങ്ങളൊക്കെ നമ്മൾ കുറച്ചും കൂടി എന്ത് കൊടുക്കുന്നുണ്ട്, പ്രിഫറൻസ് കൊടുക്കുന്നുണ്ട്, അല്ലെ? ജസ്റ്റ് ഒരു എക്സാമ്പിള്, നിങ്ങളുടെ ചെറുപ്പത്തിലായിരുന്ന സമയത്ത് ടീച്ചർ ഇന്ന ഡ്രസ് ആണല്ലോ, അതിന് മാച്ച് ആയിട്ടുള്ള ഇയറിംഗ്സ്, മാച്ച് ആയിട്ടുള്ള ബാംഗിൾസ് ഒക്കെയാണ് വിയർ ചെയ്തെന്ന് പറഞ്ഞിട്ടുണ്ടാവില്ലേ ചെറുപ്പത്തില്? അപ്പൊ അവരുടെ ബോഡി ലാംഗ്വേജസ് വഴി നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോ അതേപോലെ തന്നെ എന്താ പറയാ, ടീച്ചേഴ്സിന്റെ പെരുമാറ്റം അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എങ്ങനെയാണ് അവര്, ഓക്കെ, അത് തന്നെയാണ് ബോഡി ലാംഗ്വേജ് നമ്മള് ഫോക്കസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നല്ല രീതിയിലുള്ള കോസ്റ്റ്യൂംസ്, ഡ്രസ്സിംഗ് ഒക്കെ ആയിരിക്കണം ടീച്ചിങ് പ്രാക്ടീസിനൊക്കെ പോകുമ്പോൾ എന്ത് ചെയ്യേണ്ടത്, പ്രൊവൈഡ് ധരിക്കേണ്ടത് കേട്ടോ. ഓക്കെ, അങ്ങനെയൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പൊ 2 യൂണിറ്റ് നന്നായിട്ട് പഠിക്കാം. 30-ാം തീയതി എക്സാം. ഓക്കെ, ഈ 2 യൂണിറ്റ് നല്ല രീതിയിൽ പഠിക്കണം. കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഈ 2 യൂണിറ്റുകൾ 14 ക്വസ്റ്റ്യൻ 15 ക്വസ്റ്റ്യൻ ഒക്കെ ഉണ്ടാവുള്ളൂ. ഓക്കെ, പക്ഷെ എല്ലാ ചാപ്റ്റേഴ്സിനും ക്വസ്റ്റ്യൻസ് വേണം. നിങ്ങൾക്ക് എത്ര മാർക്കിലാണ് ക്വസ്റ്റ്യൻ വരുന്നത്? 50 മാർക്കിലല്ലേ?
മുൻ വർഷങ്ങളിലുള്ള ഏതെങ്കിലും ഒരു മോഡൽ ക്വസ്റ്റ്യൻ കാണിച്ചു മിസ്. അത് ക്വസ്റ്റ്യൻ പേപ്പറോ? ആ മാം, എന്തെങ്കിലും ഒരു മോഡല് കാണാനായിട്ട്. PG-യുടെ അല്ലേ? നമ്മുടെ ഡിപ്ലോമയിൽ ഇട്ടിട്ടില്ലേ MT1-ന്റെ MT3-ന്റെ എല്ലാം അതുപോലത്തെ. ഈ PG-ക്ക് ഒരു ഇതും നടന്നിട്ടില്ലല്ലോ മാം, മോഡൽ നടന്നിട്ടില്ലല്ലോ, അതുകൊണ്ട് ഒട്ടും ഒരു പിടുത്തമില്ല എങ്ങനെയാണെന്നുള്ളത്. അതൊരു പ്രശ്നമുണ്ട്. കാരണം എന്താണെന്നറിയാമോ, PG1-ഉം 2-ഉം അല്ല PG1-ന്റെയും 3-യുടെ ഒക്കെ ക്വസ്റ്റ്യൻസ് ഇട്ട ആള് ഞാൻ തന്നെയാണ്. അപ്പൊ എന്റെ ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ റിപ്പീറ്റ് ചെയ്യണ പോലെ ആവില്ലേ, എനിക്ക് എന്തായാലും ഫുൾ ആയിട്ട് ചേഞ്ച് ചെയ്യേണ്ടി വരും. PG-യുടെ ക്വസ്റ്റ്യൻസ് കിട്ടാനുള്ള ചാൻസ് നിങ്ങൾ ജിഷ് ടീച്ചറിനോട് സംസാരിച്ചു നോക്കട്ടോ. മോക്ക് ടെസ്റ്റ് നന്നായിട്ട് നോക്കണം എന്നുണ്ടോ? മോക്ക് ടെസ്റ്റ് നന്നായിട്ട് നോക്കും. ഇപ്പൊ PG-യിൽ കുറച്ച് കൂടുതൽ ക്വസ്റ്റ്യൻസ് മോക്ക് ടെസ്റ്റ് തന്നിട്ടില്ലേ? ഉണ്ട് മാം, ഉണ്ട്. നന്നായിട്ട് നോക്കുക. കാരണം നമ്മള് ഫുൾ മോക്ക് ടെസ്റ്റ് നന്നായിട്ട് നോക്കും കേട്ടോ. മാം, മിസ്സിന്റെ ഇപ്പൊ ഈ 2 ചാപ്റ്റേഴ്സ് അല്ലേ ഇതിലുള്ളൂ, അപ്പൊ ഇന്ന് അതിന്റെ ക്ലാസ് ആയിരുന്നു. ഇനി ബാക്കി നാളെ 3 അങ്ങനെ എടുക്കുമായിരിക്കും അല്ലേ? ബാക്കി റിവിഷനും കൂടെ അറിയില്ല അല്ലേ? ഇനി എന്റെ മൊഡ്യൂള് 5-ന്റെ റിവിഷൻ വേണ്ടേ? അത് വേണം. അതല്ല ബാക്കിയുള്ളവരൊക്കെ. ഓക്കെ. അശ്വതി മിസ്സിന്റെ ക്ലാസ് അല്ലേ നിങ്ങൾ റിവിഷൻ പറയുന്നത്? അതെ, അതുകൂടെ കിട്ടിയായിരുന്നെങ്കിൽ ഉപകാരമായിരുന്നു മാം. ഞാൻ പറയാട്ടെ അതിനെ കുറിച്ച്. ഓക്കെ, ജിഷ് ടീച്ചറിന്റെ പോർഷൻ ജിഷ് ടീച്ചർ ചിലപ്പോ എക്സാമിന് മുമ്പായിട്ട് ചിലപ്പോൾ റിവിഷൻ പെട്ടെന്ന് തരാൻ പറ്റും. ചിലപ്പോൾ നൈറ്റ് ഒക്കെ നിങ്ങൾക്ക് തരാനായിട്ട് പറ്റും. പക്ഷെ ഞങ്ങൾ ടീച്ചേഴ്സിന്റെ ഇവിടെ വരുന്ന എടുക്കുന്ന ടീച്ചേഴ്സിന്റെ റിവിഷൻ നേരത്തെ കിട്ടുന്നത് നല്ലതായിരിക്കും. ഇനി ഇതിൽ അശ്വതി മിസ് എടുത്ത ചാപ്റ്റേഴ്സ് ഇല്ലേ, ഏതൊക്കെയാണ്? സ്കൂൾ ഇൻസ്പെക്ഷനും വേറെ ഏതായിരുന്നു എടുത്തത്? എഡ്യൂക്കേഷൻ സൂപ്പർവിഷനോ ആണോ? അത് രണ്ടും ആണെന്ന് തോന്നുന്നു. സ്കൂൾ ഇൻസ്പെക്ഷൻ ഉണ്ട്. ഓക്കെ, അറിയില്ല ചാപ്റ്റേഴ്സ് ഏതാന്നുള്ളത്. പക്ഷെ മാം എടുത്തത്. അശ്വതി മിസ്സിന്റെ റിവിഷൻ നാളെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അറ്റൻഡ് ചെയ്യോ? ചെയ്യാം മാം. ഓക്കെ, കുഴപ്പമില്ലല്ലോ. എല്ലാവർക്കും അറ്റൻഡ് ചെയ്യാൻ പറ്റണ്ടേ? അറ്റൻഡ് ചെയ്തോട്ടോ. എപ്പോ വേണം ടൈം നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ടൈം പറയാം. അശ്വതി മാം എടുത്തത് വലിയ ചാപ്റ്റർ, ആപ്ലിക്കേഷൻ ഓഫ് എഡ്യൂക്കേഷണൽ മാനേജ്മെന്റ് അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയാസ്. അപ്പൊ അതായിരിക്കുള്ള വലിയ ചാപ്റ്റർ ആയിരിക്കും. ഓക്കെ, അത് അശ്വതി മിസ് റിവൈസ് ചെയ്യും. യൂണിറ്റ് 3. ഓക്കെ, അശ്വതി മിസ്സിന്റെ ക്ലാസ് നാളെ എപ്പോ ടൈം വെക്കണം? രാവിലെ, ഉച്ചയ്ക്ക്, ഏത് ടൈമിലാണ് നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളത്? ഇന്ന് വെച്ചോൾ തന്നെയല്ലേ നല്ല. ഈ കുഴപ്പമില്ല മാം, ഉച്ചയ്ക്ക് ഓക്കെയാണ്. 1:30. നാളെയാണ് ചോദിച്ചത്, ഇന്നല്ല. അതെ 1:30 ഓക്കെയാണ് മാം ഉച്ചയ്ക്ക് എല്ലാവർക്കും. ഓക്കെ, അത് നിങ്ങൾ കൺഫേം ചെയ്യാണ്. നിങ്ങൾക്ക് ഇൻഫർമേഷൻ വരും 1:30 അല്ലേ? ഇന്ന് പറ്റില്ല. ഇനി അശ്വതി മിസ്സിന് ഇനി അടുപ്പിച്ച് ക്ലാസ്സുകളുണ്ട്. ഫുൾ ഡേ ക്ലാസ് ഉണ്ട്. മൺഡേ മിസ്സിന് തരാൻ പറ്റില്ല, കാരണം മൺഡേ മിസ്സിന് ക്ലാസ്സുകൾ 3 ക്ലാസ് ഉണ്ട്. 3 ക്ലാസ് 4 ക്ലാസ്സുകളും ഉണ്ട്. അപ്പൊ എന്തായാലും ബ്രേക്ക് ഇല്ലാന്ന് മിസ് പറഞ്ഞു. നിങ്ങളോട് എന്നോട് ചോദിക്കാൻ പറഞ്ഞു, റിക്വസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. എന്താണ്, നിങ്ങൾക്ക് ക്ലാസ് വേണമെന്നുണ്ടെങ്കിൽ നാളെ തന്നെ പറ്റുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇൻട്രൊഡക്ഷൻ ഓഫ് ഫാമിലി ഫുഡ് പാർട്ട്ണർഷിപ്പ് ആണല്ലേ. ഞാൻ കാര്യം പറയട്ടെ നിങ്ങളുടെ അടുത്ത്. നിങ്ങള് മൊഡ്യൂൾ 5 ശരിക്കും പറഞ്ഞാല് മൊഡ്യൂൾ 5 എന്ന് പറയുന്നത് ഫുള്ള് മെന്റെയാണ് അല്ലെ? ഫുൾ എന്റെ ക്വസ്റ്റ്യൻസ് തന്നെ വരുന്നത് അല്ലെ. മൊഡ്യൂള് 1 നിങ്ങൾ വ്യക്തമായി പഠിച്ചു കഴിഞ്ഞാൽ ബാക്കി 2 ചാപ്റ്റേഴ്സ് നമുക്ക് ബാക്കി 2 ചാപ്റ്റർ ഒന്നും ഉദ്ദേശിക്കാല്ല. മൊഡ്യൂൾ 4 നമ്മൾ അത് കൺസിഡർ ചെയ്യണ്ട, സിമ്പിൾ ആണത്.
അപ്പൊ മൊഡ്യൂള് ഇത് 1 നല്ല രീതിയിൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൊഡ്യൂള് 2ഉം 4ഉം ജസ്റ്റ് റീഡ് ചെയ്താല് കിട്ടും. ഇതിൽ പറയുന്നത് ഫാമിലിയും സ്കൂളും പാർട്ട്ണർഷിപ്പ് കുട്ടികളുടെ എഡ്യൂക്കേഷണൽ പ്രോഗ്രസിനെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഒരു കുട്ടീനെ സംബന്ധിച്ച് എന്താണ് ഫസ്റ്റ് എഡ്യൂക്കേറ്റർ അല്ലെങ്കിൽ പ്രൈമറി എഡ്യൂക്കേറ്റർ എന്ന് പറയുന്നത് ഫാമിലീസ് ആണ്. ഫാമിലിയിൽ നിന്ന് കണ്ടു പഠിക്കുന്നതാണ് കുട്ടികൾ ഓരോന്നും പ്രാക്ടിക്കൽ ആക്കുന്നത് എന്നൊക്കെയാണ് അല്ലെ. അപ്പൊ ഫാമിലി സ്കൂൾ പാർട്ട്ണർഷിപ്പിന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ പറയുന്നത്. ഇൻട്രൊഡക്ഷനാണ് പറയുന്നത്. എല്ലാനും എന്ന് വെച്ചാൽ ഫാമിലി സ്കൂൾ പാർട്ട്ണർഷിപ്പിന്റെ അടിസ്ഥാന തത്വം എന്ന് പറയുന്നത് മ്യൂച്വൽ ട്രസ്റ്റ് ആൻഡ് റെസ്പെക്ട് ആണ്. ദെൻ അതേപോലെ ഇത് കുട്ടികളുടെ ലേണിങ്ങിനും ഇംപ്രൂവ്മെന്റിനും വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്ത് ഫാമിലി സ്കൂൾ പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത്. ഒരു കുട്ടീനെ സംബന്ധിച്ച് ഫസ്റ്റ് എഡ്യൂക്കേറ്റർ ആണ് ആര് ഫാമിലീസ്. ശരിക്കും ഒരു കുട്ടിയുടെ വിദ്യാഭ്യാസത്തിൽ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന വ്യക്തിയാണ് ആര് ഫാമിലീസ് എന്ന് പറയുന്നത്. സ്റ്റുഡൻസിന്റെ ലേണിംഗ്, അറ്റൻഡൻസ്, ബിഹേവിയറിന്റെ ഒക്കെ കാര്യത്തിൽ നല്ല രീതിയിൽ ഈ ഒരു പാർട്ട്ണർഷിപ്പ് ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ കുട്ടീനെ കുറിച്ചിട്ട് ഫാമിലി ഇൻവോൾവ്മെന്റ് കൂടുതലാണെങ്കിൽ കുട്ടിയുടെ ബാക്ക്ഗ്രൗണ്ടും കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട് ആൻഡ് സോഷ്യൽ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ച് നല്ല രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എങ്ങനെയാണ് പാരന്റ്സിന് നമ്മളുടെ ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് ദർ ചിൽഡ്രൻസ് എഡ്യൂക്കേഷൻ, കുട്ടികളുടെ എഡ്യൂക്കേഷനെ കുറിച്ചിട്ട് നല്ല ഒരു അണ്ടർസ്റ്റാൻഡിങ് വേണമെന്നുണ്ടെങ്കിൽ ഒരു വർക്ക്ഷോപ്പും ഡിസ്കഷനും ഒക്കെ കണ്ടക്ട് ചെയ്യുന്നത്, മീറ്റിംഗ്സ് ഒക്കെ കണ്ടക്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഫാമിലീസിന് സ്കൂളിന്റെ ഗോളും കരിക്കുലവും മനസ്സിലാക്കുന്നത് നല്ലതാണ്. കാരണം അവരെന്താണ് കുട്ടികൾക്ക് വേണ്ടി ചെയ്യുന്നത് എന്നറിഞ്ഞിരിക്കുന്നത് വളരെ നല്ലതാണ്. ദെൻ പാരന്റ്സ് എന്ന് പറയുന്നത് ഈക്വൽ പാർട്ട്നേഴ്സ് ആണ്. ഫാമിലി ഒരു കുട്ടിയുടെ എഡ്യൂക്കേഷനിൽ പാരന്റ്സും ടീച്ചേഴ്സ് അല്ലെങ്കിൽ സ്കൂൾ എന്ന് പറയുന്നത് ഈക്വൽ പാർട്ട്നേഴ്സ് ആണ്. അവരുടെ എഡ്യൂക്കേഷൻ ആൻഡ് വെൽബീയിങ് ഓഫ് ദ ചിൽഡ്രൻസ് അല്ലെങ്കിൽ യങ് പീപ്പിൾസിന്റെ എഡ്യൂക്കേഷനും വെൽബീയിങ്ങിനും ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ആരാണ്? നമ്മുടെ പാരന്റ്സും കമ്മ്യൂണിറ്റി മെമ്പേഴ്സും. സൊസൈറ്റി എന്നാണ് ഈ കമ്മ്യൂണിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത്. അതേപോലെ തന്നെ നമ്മളുടെ സ്കൂളുമാണ് വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. നമുക്ക് എന്തെല്ലാമാണ് സ്കൂളിൽ നിന്ന് കാണാൻ പറ്റുന്ന ക്വാളിറ്റീസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലീഡർഷിപ്പ് ക്വാളിറ്റീസും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. നമ്മൾ കുട്ടികളെ ലീഡ് ചെയ്ത് അവർ കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ എന്ത് ചെയ്യുന്നു, അവരെ മോട്ടിവേറ്റ് ചെയ്യുന്നു, പഠിക്കാനായിട്ട് അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നു. ഇതെല്ലാം നമുക്ക് ഈ ഒരു ഫാമിലി സ്കൂൾ പാർട്ണർഷിപ്പിന്റെ ബേസ് ആയിട്ട് നമുക്ക് അറിയാനായിട്ട് പറ്റുന്ന കാര്യങ്ങളാണ്. 1 മിനിറ്റ്. നല്ലൊരു ഫാമിലി സ്കൂൾ പാർട്ണർഷിപ്പ് ഉണ്ടെങ്കിൽ പബ്ലിക്കിന്റെ കോൺഫിഡൻസും സപ്പോർട്ടും കൂടും. ഇനി ഫാമിലി സ്കൂൾ ആക്ഷൻ ടീമിന്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഫാമിലി സ്കൂൾ ആക്ഷൻ ടീം കേട്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ ഇതൊന്നും കേട്ടിട്ടില്ലേ ഞാൻ ഈ പറയണൊന്നും? ഓക്കെ, എന്നാലും പറയാം. ഫാമിലി സ്കൂൾ പാർട്ണർഷിപ്പിൽ അല്ലെങ്കിൽ ആക്ഷൻ ടീമിലെ മെമ്പേഴ്സ്, ടീച്ചേഴ്സ്, സ്കൂൾ ലീഡേഴ്സ്, പാരന്റ്സ് ഇൻവോൾവ് ആവണം. ദെൻ ആരാണ് പ്രൈമറി ഫസ്റ്റ് എഡ്യൂക്കേറ്റർ ഓഫ് ദ ചിൽഡ്രൻ? എഡ്യൂക്കേറ്റേഴ്സ് അത് ഫാമിലീസ് ആണ്. നേരത്തെ യൂണിറ്റിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദെൻ നമ്മള് ടീച്ചേഴ്സിന്റെ ബെനിഫിറ്റ് എന്താണ്? ഫാമിലി സ്കൂൾ പാർട്ണർഷിപ്പ് ഉണ്ടെങ്കിൽ ടീച്ചേഴ്സിന്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ജോബ് സാറ്റിസ്ഫാക്ഷൻ ആണ്. നമ്മൾ എന്താണ് കുട്ടികൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത് എന്നതിനെ കുറിച്ചിട്ട് പാരന്റ്സിനും കൂടി അറിയാമെങ്കിൽ ജോബ് സാറ്റിസ്ഫാക്ഷൻ കൂടുതലായിരിക്കും. അതേപോലെ തന്നെ റിക്വസ്റ്റ്, നമ്മൾ ട്രാൻസ്ഫറിനുള്ള റിക്വസ്റ്റും കുറവായിരിക്കും. ഓക്കെ, മെയിൻ ആയിട്ട് ആക്ഷൻ ടീമിൽ വരുന്ന ആരിൽ നിന്നൊക്കെയാണ് ആക്ഷൻ ടീം ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുന്നതെന്ന് വെച്ചാല് ടീച്ചേഴ്സ്, പാരന്റ്സ്, സ്കൂൾ ലീഡേഴ്സ്, സ്റ്റുഡൻസ്, ഇവിടെ നിന്നെല്ലാം ആക്ഷൻ ടീം എന്ത് ചെയ്യുന്നുണ്ട്? ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുന്നുണ്ട്. അതിന്റെ ബേസിലാണ് അവര് കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്നത്. ദെൻ പിന്നെ വരുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത് നമ്മുടെ എലമെന്റ്സ്. ഓക്കെ, അതില് ഞാൻ പഠിക്കേണ്ടാത്തത് പറഞ്ഞുതരാം. കീ ഡയമെൻഷൻസ് ഓഫ് ഫാമിലി സ്കൂൾ പാർട്ണർഷിപ്പില് പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്, ജി എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്. അവിടെ വരെ മാത്രമേ പഠിച്ചാൽ മതി. എന്ന് വെച്ചാൽ ഇവിടം വരെ ഞാനിവിടെ മാർക്ക് ചെയ്യാണ്, ഇവിടം വരെ നിങ്ങൾ പഠിച്ചാൽ മതി. ഓക്കെ, മനസ്സിലായോ? 1 മിനിറ്റ് കേട്ടോ.
ഞാൻ പറഞ്ഞത് നിങ്ങക്ക് മനസ്സിലായോ? എവിടം വരെ മാത്രമേ പഠിച്ചാൽ മതി എന്നുള്ളത്. നമ്മൾ ഈ എലമെന്റ്സ് ഈ എലമെന്റ്സ് ഉണ്ടല്ലോ, ഈ മെയിൻ ആയിട്ട് ഈ എലമെന്റ്സ് 7 എലമെന്റ്സ് ആണുള്ളത്. അതൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. എത്ര എലമെന്റ്സ് ആണ് ഉള്ളത് എന്നുള്ളത്, 7 ഡയമെൻഷൻസ് എലമെന്റ്സ് ആണ് ഉള്ളത് എന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് വരും. അപ്പോ അത് ആ എലമെന്റ്സ് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. പിന്നുള്ളത് സജഷൻസും കാര്യങ്ങളാണ്. ഇതെല്ലാം ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് സജഷൻസ് ആണ് ചോദിക്കുന്നത്. അത് ജസ്റ്റ് അത് വായിക്കണമെന്ന് ഇല്ല, അതിൽ നിന്ന് ക്വസ്റ്റ്യൻ വരാനുള്ള ചാൻസ് കുറവാണ്. അപ്പൊ കുറച്ച് പഠിച്ചാൽ മതി. മനസ്സിലായോ? ആ ചാപ്റ്റർ 3 വലുതാണല്ലോ, യൂണിറ്റ് 2 3 വലുതല്ലേ? അത് മതിയോ? അപ്പൊ അടുത്തൊരു ക്ലാസ് ചെന്നാലും ഇത് തന്നെ മതിയായിരിക്കോ? മനസ്സിലായില്ല? മാം പറഞ്ഞില്ലേ ആ 137ാമത്തെ പേജ് തൊട്ട് അത് വേണ്ട, സ്കിൽ ബിൽഡിംഗ് ഫോർ ഫാമിലീസ് അത് വേണ്ട, അതിന് മുന്നോട്ടുള്ളത് വരെ പഠിച്ചാൽ മതി എന്ന് പറഞ്ഞില്ലേ? അപ്പൊ ഞാനും നെക്സ്റ്റ് ക്ലാസ്സിലായാലും അത് തന്നെ പഠിച്ചാൽ മതിയോ? അത് പേജിൽ എല്ലാ ക്ലാസ്സിലും ഞാനാണ് എടുക്കുന്നത്. ആ ഓക്കെ ഓക്കെ, താങ്ക് യു മാം, താങ്ക് യു. ഓക്കെ, അപ്പൊ ഇവിടെ വരെയും പഠിച്ചാൽ മതി. അപ്പൊ നിങ്ങൾക്ക് കുറച്ച് പോർഷൻ ഞാൻ കുറച്ച് തന്നിട്ടുണ്ട്. അതിന് ക്വസ്റ്റ്യൻസ് ചോദിക്കാറില്ല, അതുകൊണ്ടാണ് അത് ഇല്ലാന്ന് പറഞ്ഞത്. ബാക്കിയുള്ള കാര്യങ്ങൾ നല്ല രീതിയിൽ പഠിക്കണം കേട്ടോ. കുറച്ചുള്ള കമ്മ്യൂണിക്കേഷൻ എന്നൊക്കെ കുറെ ക്വസ്റ്റ്യൻ വരും. അപ്പൊ നല്ല രീതിയിൽ അത് പഠിക്കണം. കേട്ടല്ലോ? ഓക്കെ, ദെൻ വരുന്നത് നമ്മുടെ യൂണിറ്റ് 3 ആണ്. എളുപ്പമുള്ള ചാപ്റ്റർ, സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ. ഞാൻ പറയില്ല, ഫസ്റ്റ് ചാപ്റ്റർ പോലെ പിന്നെ കുറച്ച് ഈസി ആയിട്ടുള്ള ചാപ്റ്റർ. റോൾ ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഏർലി ചൈൽഡ്ഹുഡ് എഡ്യൂക്കേഷൻ, ഫാമിലി എൻഗേജ്മെന്റ്. എന്താണ് കുട്ടികളുടെ എഡ്യൂക്കേഷനിലെ കാര്യങ്ങളിൽ വരുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്നൊക്കെയാണ് റോൾ ആൻഡ് റെസ്പോൺസിബിലിറ്റിയിൽ പറഞ്ഞത്. പ്രൊവൈഡിങ് സ്ട്രക്ചർ ടു എൻഷുർ ഫാമിലി ഹാവിംഗ് മീനിങ്ഫുൾ എൻഗേജ്മെന്റ് ഓപ്പർച്യൂണിറ്റി. നമ്മുടെ ഫാമിലീസ്, നമ്മളിപ്പോ ഒരു കുട്ടീനെ നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്യുമ്പോൾ അവിടെ ഇൻക്ലൂഡിങ് ഫാമിലിനെയും കൂടിയാണ് നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നത്, എഡ്യൂക്കേറ്റ് ചെയ്യുന്നത്. നമ്മൾ ടീച്ചേഴ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മളൊരു വെൽക്കമിങ് എൻവയോൺമെന്റ്, ഫാമിലീസിനും കൂടി കൂടിയിട്ടുള്ള ഒരു വെൽക്കമിങ് എൻവയോൺമെന്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. ദെൻ എന്തിനു വേണ്ടിയിട്ടാണ് കുട്ടികളെ കൊളാബറേറ്റിംഗ് ഏർലി ചൈൽഡ്ഹുഡ് എഡ്യൂക്കേഷൻ, എന്തിനാണ് ഏർലി ചൈൽഡ്ഹുഡ് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്? കോമൺ ഗോൾ, കുട്ടികളുടെ ബെനിഫിറ്റ്സിന് വേണ്ടിയിട്ട് അവരുടെ കോമൺ ആയിട്ടുള്ള ഗോൾസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അവരുടെ എന്താ പറയുക, ലേണിംഗ് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മളുടെ കമ്മ്യൂണിക്കേഷൻ ബാരിയേഴ്സ് ഒക്കെ എടുത്ത് മാറ്റി പ്രോപ്പർ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്. നമ്മളൊരു വെൽക്കമിങ് എന്താണ് നമ്മുടെ മെയിൻ വെൽക്കമിങ് എൻവയോൺമെന്റ് ആയിരിക്കണം. ഫാമിലീസിനെ വെൽക്കം ചെയ്യുന്ന രീതിയിലായിരിക്കണം അവിടുത്തെ എൻവയോൺമെന്റ് പ്രൊവൈഡ് ചെയ്യാൻ. പിന്നെന്താണ്, നമ്മള് പാരന്റ്സ് ഒരു സ്കൂളിലേക്ക് ചെല്ലുമ്പോൾ അവിടെ നമ്മള് ഒരു വെയിറ്റിംഗ് ഏരിയ ഉള്ളത് നല്ലതായിരിക്കും. വെയിറ്റിംഗ് ഏരിയ, മീറ്റിംഗ് റൂം, അല്ലെങ്കിൽ പിന്നെ നമുക്ക് കുറച്ച് ബുക്സ് കാര്യങ്ങളൊക്കെ റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഏരിയ ഉള്ളത് നല്ലതായിരിക്കും. നമ്മളൊരു റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാനായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. ഫാമിലി ആയിട്ട് റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള റിലേഷൻഷിപ്പ്. പിന്നെ അവരുടെ പർപ്പസും കാര്യങ്ങളൊക്കെ വിസിറ്റിന് മുമ്പ് പറയാം. ഇനി ആരൊക്കെയാണ് ഈ ട്രാൻസിഷൻ ടീമിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? ട്രാൻസിഷൻ ടീമിനെ കുറിച്ച് ട്രാൻസിഷൻ ടീമിൽ ആരെല്ലാമാണ് വരുന്നത് ഇൻക്ലൂഡിങ് എന്നൊക്കെ നോക്കാം. ട്രാൻസിഷൻ ടീമിൽ വരുന്നത് നമ്മൾ ടീച്ചേഴ്സ് ആൻഡ് സോഷ്യൽ വർക്കേഴ്സ്, ദെൻ സ്റ്റഡി ടീം ആൻഡ് പിന്നെ കമ്മ്യൂണിറ്റി ഏജൻസീസ്. അതിൽ PIRT അതിന്റെ ഫുൾ ഫോം ചിലപ്പോൾ ചോദിക്കാം. അതിന്റെ ഫുൾ ഫോം വേണമെങ്കിൽ ചോദിക്കാം. അതന്നെ PIRT സ്റ്റാൻഡ്സ് ഫോർ പ്രീ സ്കൂൾ ഇന്റർവെൻഷൻ ആൻഡ് റെഫറൽ ടീം എന്നാണ് അതിന്റെ ഫുൾ ഫോം വരുന്നത്. അത് നോട്ട് ചെയ്ത് വെക്കാം. ഫസ്റ്റ് ട്രാൻസിഷൻ, ഒരു കുട്ടിയുടെ കേസിൽ ഫസ്റ്റ് ട്രാൻസിഷൻ നടക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് പ്രീ സ്കൂളോ അല്ലെങ്കിൽ കിൻഡർ ഗാർഡനോ ആയിരിക്കാം. ദെൻ നമ്മള് ആരാണ് ട്രാൻസിഷൻ ടീമിലെ റെസ്പോൺസിബിലിറ്റിയും കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്യുന്നത്? അത് ട്രാൻസിഷൻ ടീം ഫെസിലിറ്റേറ്റർ ആണ് അത് ഫിക്സ് ചെയ്യുന്നത്. ഓക്കെ, നല്ല രീതിയിൽ ഒന്ന് റീഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ചാപ്റ്ററിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോ മൊഡ്യൂൾ 5 നോക്കുമ്പോ ഓരോ ചാപ്റ്ററിൽ ഞാൻ പറഞ്ഞ മൊഡ്യൂള് 4 എനിക്ക് ആകെ ചിലപ്പോൾ 15 ക്വസ്റ്റ്യൻസ് ഒരു രണ്ട് ചാപ്റ്റർ കൂടി ഉണ്ടാവുള്ളൂ. പക്ഷെ മൊഡ്യൂൾ 5 സംബന്ധിച്ച് ഓരോ ചാപ്റ്ററിൽ നിന്നും ഒരു 50 ഒരു 80 ക്വസ്റ്റ്യൻസ് ഒക്കെ അടുപ്പിച്ച് ചോദിക്കും.
എന്ന് വെച്ചാൽ ചാപ്റ്ററിന്റെ എണ്ണം കുറവാണ്. നിങ്ങൾ കണ്ടില്ലേ, മൊഡ്യൂൾ 5 ആകെ 4 ചാപ്റ്റർ ഉള്ളൂ. 4ാമത്തെ ചാപ്റ്റർ നമുക്ക് ചാപ്റ്റർ ആയിട്ട് ഒരു ഒറ്റ പേജിലേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു ചാപ്റ്റർ എന്നുള്ള രീതിയിൽ നമ്മളത് ഇൻക്ലൂഡ് ചെയ്യുന്ന 3 ചാപ്റ്റർ ആണ്. മെയിൻ ആയിട്ട് നമുക്ക് 3 ചാപ്റ്റർ ആണ്. അപ്പൊ ക്വസ്റ്റ്യൻസിന്റെ എണ്ണം കൂടുതലായിരിക്കും. അപ്പൊ നിങ്ങൾ പഠിക്കേണ്ട ഡെപ്ത് എങ്ങനെയായിരിക്കും, ആ ചാപ്റ്ററിനെ കുറിച്ച് നന്നായിട്ട് പഠിക്കേണ്ടവരില്ലേ, നല്ല രീതിയിൽ അത് എന്ത് ചെയ്യേണ്ടതായിട്ട് വരും, പഠിക്കേണ്ടതായിട്ട് വരും. ഈസിയാണ് മൊഡ്യൂൾ 5, കമ്പാരിറ്റീവ്ലി ഈസി ആയിട്ടുള്ള പോർഷൻ ആണ്. ആരെങ്കിലും നോക്കിയിട്ടുണ്ടോ ഇനി മൊഡ്യൂൾ 5നെ കുറിച്ച് പറയുമ്പോ ആരും എന്താ റെസ്പോണ്ട് ചെയ്യാത്തെ? സ്റ്റാർട്ട് ചെയ്തിട്ടില്ല മാം. 4 5 ഈസി. എക്സാം എഴുതുന്നവർ റെസ്പോണ്ട് ചെയ്യട്ടെന്ന് എഴുതിയാ മിണ്ടാതിരുന്നേ. മാം പേജ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, തുടങ്ങിയിട്ടേ ഇല്ല പഠിക്കാൻ. ഇപ്പം മൊഡ്യൂൾ 5ന്റെ എക്സാം 31st ആണല്ലേ? നന്നായിട്ട് നോക്കിക്കോട്ടെ, കാരണം മൊഡ്യൂൾ 5ൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് വരും. അത് ബാക്കിയുള്ള ചാപ്റ്റേഴ്സിൽ ഒരു ചാപ്റ്റർ വിടുന്ന പോലെ ആയിരിക്കില്ല മൊഡ്യൂൾ 5ൽ ഒരു ചാപ്റ്റർ വിട്ടാൽ അതിൽ നിന്ന് മാർക്ക് നമ്മൾ നല്ല രീതിയിൽ അഫക്ട് ചെയ്യും. പിന്നെ ഒരു കാര്യമുണ്ട് മൊഡ്യൂൾ 5നെ സംബന്ധിച്ച്, വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ചാപ്റ്റർ ഒക്കെ നല്ല രീതിയിൽ വായിച്ചിട്ടുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കാണൂലേ, അപ്പൊ റീഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് മനസ്സിലാവും ഇന്നതാണ്, നിങ്ങളുടെ മനസ്സ് പറയും ഇന്നതാണ് ഓപ്ഷൻ, ടിക്ക് ചെയ്തോ, കറക്റ്റ് ഓപ്ഷൻ ആയിരിക്കും ചിലർ ചെയ്യുന്നത്. അങ്ങനെ വായിച്ചാൽ അത് മനസ്സിലാകുന്ന രീതിയിലായിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നത്. കൺഫ്യൂസിംഗ് ആയിട്ടുള്ള രീതിയിലോ പ്രിൻസിപ്പിൾസോ തത്വങ്ങളോ ഒന്നുമല്ല ഇവിടെ വരുന്നത്. കുറച്ച് കാര്യങ്ങൾ വായിക്കാം. ടെസ്റ്റ് നല്ല 3 ചാപ്റ്റേഴ്സ് നല്ല രീതിയിൽ റീഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റും, നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇന്ന് വൈകുന്നേരം ചെന്നിട്ട് എന്റെ മൊഡ്യൂൾ 5ഉം റിവൈസ് ചെയ്യണം. അതേപോലെ തന്നെ യൂണിറ്റ് 1 and 2, ഏത് മൊഡ്യൂൾ 4 യൂണിറ്റ് 1 and 2 ചെയ്യൂലേ, റിവൈസ് ചെയ്യൂലേ? അത് ചെയ്യുകയാണെങ്കിൽ അത്രയും പോർഷൻ അവിടെ കഴിഞ്ഞു. ഇനി ടീച്ചറിന് ഇത്രയും പോർഷൻ കഴിഞ്ഞല്ലോ. ഇനി ബാക്കിയുള്ള ടീച്ചേഴ്സ് എന്ത് റിവിഷൻ തരുമ്പോ ആ ടീച്ചേഴ്സിന്റെ പോർഷൻസ് അന്നു ചെയ്യാം. ടീച്ചറെ സമയത്ത് അന്നു പഠിച്ചിരുന്നെങ്കിൽ എളുപ്പമായിരുന്നേ. അന്ന് നമ്മൾ അങ്ങനെ പഠിച്ചില്ല, കുഴപ്പമില്ല. ഇപ്പൊ നമ്മള് ഇന്നത്തെ റിവിഷൻ കഴിഞ്ഞപ്പോ ഇന്ന് ഇത്ര ചാപ്റ്റേഴ്സ് പഠിക്കാം. ആ തീരുമാനമാണ് നിങ്ങളുടെ, ഇത്രയും പഠിക്കണം എന്നുള്ളത്. ഓക്കെ, PIRTയുടെ ഫുൾ ഫോം എന്താ പറഞ്ഞത്? ഓക്കെ, PIRTയുടെ ഫുൾ ഫോം നിങ്ങള് ഇതില് മോക്ക് ടെസ്റ്റിൽ ഉണ്ടായിരുന്നോ ഇല്ലേ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ? നോക്കില്ലേ ജെയിംസ്? നോക്കിയിട്ടില്ല. ആ മോക്ക് ടെസ്റ്റിൽ ഉണ്ട്, കുഴപ്പമില്ല. പ്രീ സ്കൂൾ ഇന്റർവെൻഷൻ ആൻഡ് റെഫറൽ ടീം. പ്രീ സ്കൂൾ ഞാനത് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പ്രീ സ്കൂൾ ഇന്റർവെൻഷൻ ആൻഡ് റെഫറൽ ടീം എന്നാണ്. ഓക്കെ, നന്നായിട്ട് പഠിക്കുക. ഡൗട്ട്സ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് തന്നെ ഷെയർ ചെയ്യുക, ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോവാം. ഓക്കെ, ഓക്കെ. അപ്പൊ ഞാൻ എന്റെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. ഏകദേശം കൺഫ്യൂഷൻ ആക്കി വിട്ടല്ലേ മിസ് വരുന്ന വരെ ഡൗട്ട് കുറവായിരുന്നു. മിസ് വന്നപ്പോ കുറച്ചും കൂടി ഡൗട്ട് ആയിരുന്നു. അങ്ങനെയാണോ? ഇല്ല മിസ്, ഡിപ്ലോമ തുടങ്ങിയിട്ടില്ല. ഓക്കെ, മൊഡ്യൂൾ 5 നിങ്ങൾ ശ്രദ്ധിക്കണം. 50 ക്വസ്റ്റ്യൻ ആണ്. 3 ചാപ്റ്ററിൽ നിന്നും 50 ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. കൂടുതൽ ഇമ്പോർട്ടൻസ് അതിന് കൊടുക്കണം. മൊഡ്യൂള് 4ലാണെങ്കിൽ 7 ചാപ്റ്റർ ഉണ്ട്. 7 ചാപ്റ്ററിൽ നിന്നായിരിക്കും 50 ക്വസ്റ്റ്യൻ വരുന്നത്. ആ വ്യത്യാസം നിങ്ങളൊന്ന് മനസ്സിൽ വെക്കുക കേട്ടോ. അപ്പൊ ഞാൻ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു. MTECHനെ വീണ്ടും കാണാൻ പറ്റിയതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. താങ്ക് യു ഓൾ. താങ്ക് യു മിസ്. താങ്ക് യു മാം. താങ്ക് യു. Thank you, ma'am.